ഓക്കെ എന്തൊക്കെയുണ്ട്? അയ്യോ, എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടോപ്പിക്ക് കഴിഞ്ഞ ദിവസത്തെ അനുഭവമായിരിക്കും. അതിന് ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനെപ്പറ്റി ഒരു സെക്കൻഡ് ഒരു ഭയങ്കര എയിമാണല്ലോ. ചോര കണ്ടോണ്ടാ തുടക്കം, ഇത് കത്തും. അല്ലേ ശരിയല്ലേ? അതായിരിക്കും ഏറ്റവും നല്ലൊരു. അത് തന്നെ ഞാൻ വിചാരിച്ചേ. അപ്പോൾ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തുടക്കം തൊട്ട് പറ, എന്തായിരുന്നു? അതായത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ എന്താ പറയുക, സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് ശരിക്കും. ബൈക്ക് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ കോൺസെപ്റ്റിനായ സിംപ്ലിസിറ്റി ആയിരുന്നു. അല്ല ഓക്കെ, അത് ഞാൻ പറഞ്ഞേക്കാം. കഥ നമുക്ക് പിന്നെ പറയാം. ഞാൻ ആദ്യം കഥ പറഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലത്? ആണോ? അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നീ ആ കഥ പറയാ. അങ്ങനെയാണ് ഇന്നലെ ഉണ്ടായ നമ്മുടെ എക്സ്പൾസ് 210 കുറച്ച് ഞാൻ ഓഫ് റോഡ് ബിൽഡ് ചെയ്യുന്നുണ്ട് ആ വണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റാലി സീറ്റ്, പിന്നെ ജനറൽ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് എയർ ഫിൽറ്റർ, അതേപോലെ ഓയിൽ ആദ്യം മാറ്റിയായിരുന്നു, എഞ്ചിൻ ഓയിൽ മാറ്റിയായിരുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എയർ ഫിൽറ്റർ മാറ്റി, പിന്നെ ഒരു ഇറീഡിയത്തിൻ്റെ പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ ഓയിൽ മാറ്റി സ്മൂത്തായിരുന്നു, എയർ ഫിൽറ്റർ മാറ്റിയത് സ്മൂത്തായിരുന്നു, റാലി സീറ്റ് വെക്കൽ സ്മൂത്തായിരുന്നു. ഇറീഡിയം സ്പാർക്ക് പ്ലഗ് വെക്കാൻ വേണ്ടി നമ്മൾ പോയി. ഒരു 1.5 പോക്കായിപ്പോയി. ഇന്നലെ രാവിലെ, ഇന്നലെ ആയിരുന്നു അല്ലേ? ഇന്നലെ രാവിലെ ഞങ്ങൾ ആദ്യം എയർ ഫിൽറ്റർ മാറ്റി. അതെനിക്കൊന്ന് മൊത്തത്തിൽ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ നിർത്തില്ല. ഇടയ്ക്ക് മഴ പെയ്ത് അങ്ങനെ നിന്ന് പോയി. അതാണ് കുറെ വൈകി പോയത്. ഇടയ്ക്ക് മഴയും കാലം പെയ്ത് എന്തായാലും ഒരു മണിക്കൂറിൽ പരിപാടി തീർന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം നോക്കാമെന്ന് ഞാൻ ഇവനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇവൻ അപ്പളേ മാറ്റിയേ അടങ്ങുള്ളൂ. അതെ, ഞാൻ വിചാരിച്ചത് എന്താണെന്ന് പറയുക, നമുക്ക് ഇത് സാധാരണ ഇതുപോലെയല്ല, ഇതിൻ്റെ പ്ലഗ് ഇരിക്കുന്നത് നടുവിലാണ് വണ്ടിയുടെ എഞ്ചിൻ്റെ. അത് പിന്നെ മനസ്സിലായി നടുവിലും അല്ല സ്പാർക്ക് പ്ലഗിൻ്റെ പൊസിഷൻ. അതായത് നമ്മൾ പുറത്തുനിന്നാണ് ഉപയോഗിക്കുക എഞ്ചിൻ നേരെ ഇരിക്കുന്നതെന്ന്, പക്ഷെ എഞ്ചിൻ്റെ ഹെഡ് ഇരിക്കുന്ന, അതായത് ഇങ്ങനെയാണ് അതായത് കാണുമ്പോൾ നമുക്ക് ഈ കിറ്റെല്ലാം കയറി കാണുമ്പോൾ ഇത് നേരെ ഇരിക്കുന്ന പോലെ തോന്നും. ഇതെല്ലാം അഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഷാസിയിൽ ബാക്കി ഭാഗങ്ങൾ, അടിഭാഗം ഇവിടെയും ഇതിന്റെ എഡ്ജിന്റെ ഹെഡ് ഒരു തുള്ളി ഇങ്ങനെ ആയിരിക്കും, തുള്ളി ഇങ്ങോട്ടും. അത് മാത്രമല്ല, നമ്മൾ കൃത്യം നേരെ നോക്കുമ്പോൾ നടുവിലായിട്ടേക്ക് എഞ്ചിൻ വിചാരിക്കും, പക്ഷെ കുറച്ച് ഓഫ്സെറ്റ് ആയിട്ട് വലത്തോട്ടേക്ക് നീങ്ങിയാണ് എഞ്ചിൻ ഇരിക്കുന്നത്. അത് പൊതുവെ എല്ലാ എഞ്ചിനുകളും അങ്ങനെ ഒരു സൈഡിലേക്ക് ഇതുണ്ടാവും. ഹിമാലയനിലെ എവിടെ അത് നോക്കിയാൽ അതിന്റെ ഒരു സൈഡിന് മുഴുപ്പ് കൂടുതലാണ്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല, അത് കുറച്ച് ഫില്ലായിരിക്കുന്ന പോലെ. ഇത് പക്ഷേ പുറമേ നമ്മൾ എഞ്ചിന്റെ ഭാഗം വലത്തെ സൈഡിൽ നിന്നാണ് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് വലിയതായിട്ട് തോന്നും. തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായി. എന്തിലാവട്ടെ, അതവിടെ അത് ഹിമാലയനിൽ 2 ബോൾട്ട് അയച്ചാൽ 2 ബോൾട്ടും 3 വയറും അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. ഇതിലെനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 10-15. അല്ല അതിന് പിന്നെ കാര്യം ഇനിയുണ്ട് പറയാൻ. എന്താ? എന്നാ പൊന്നും പറ. ഇത് നമ്മൾ അഴിക്കാൻ തുടങ്ങി 2 ബോൾട്ട്, ഈ പറഞ്ഞ ആ 2 ബോൾട്ട് ആദ്യം അഴിച്ച്, പിന്നെയാണ് ഇതിൻ്റെ ചുറ്റുമുള്ള ഫെയറിങ്ങുകൾ അഴിക്കാൻ. ഒന്നാമത്തെ കാര്യം, ഒരു സൈഡ് ഫെയറിങ് അഴിച്ച് നമുക്ക് ശീലമുള്ളതുകൊണ്ട് 3 ബോൾട്ട് അത് മറ്റേ എയർ ബോക്സിലേക്ക് എയർ ഫിൽറ്റർ ഇടാനായിട്ട് അത് ഊരി ഇതുള്ളതുകൊണ്ട് അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീടാണ് പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫെയറിങ് മുന്നിലേക്കുണ്ട്, സ്ട്രൗഡ് ഉണ്ട്, അതേപോലെ പിന്നെ ഈ ടാങ്കിന്റെയും റേഡിയേറ്ററിന്റെ ഇതിന്റെ ഉള്ളിലേക്ക്, അതായത് അവിടെ ഒരു കവർ ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, കറുത്തൊരു പ്ലാസ്റ്റിക് ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ഇതൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നിനോട് അടുപ്പിച്ച് വെച്ചിരിക്കുക. നമ്മൾ ആദ്യം വിചാരിക്കും ഇത് ഒരെണ്ണം ഇതിലിരിക്കുകയായിരിക്കും. അത് ഒരെണ്ണം ഇപ്പോൾ ഷാസിന്ന് ഊരി കഴിഞ്ഞിട്ട് നമ്മളത് വിടർത്തി വെക്കുമ്പോഴായിരിക്കും ആ സാധനം ഈ മുന്നിലിരിക്കുന്ന എയർ ഫ്ലോ ഇതാക്കുന്ന പ്ലാസ്റ്റിക്കിൽ, ആ പ്ലാസ്റ്റിക്കിൽ നിന്ന് വിട്ട് കഴിയുമ്പോഴാണ് ഈ സാധനം ടാങ്കിൽ ഉറച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരോ ബോൾട്ടായിട്ട് അതായത് സൈഡിൽ ആദ്യമായിട്ടാണ് കാണുന്നത് വണ്ടിയുടെ ഒരു പാനല് ടാങ്കിൽ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ടാങ്കിൽ ഒരു വെൽഡ് ചെയ്ത് കഷ്ണം കയറ്റി വെച്ചിരിക്കുകയാണ് ഈ പ്ലാസ്റ്റിക് പീസുകൾ ഘടിപ്പിക്കാൻ വേണ്ടി മൗണ്ടിങ് പോയിന്റ് ആയിട്ട്. അതായത് പ്ലാസ്റ്റിക് പീസിന് എല്ലാത്തിനും 3 പോയിന്റ് വെച്ച് ഇതുണ്ട്. അതിൽ ഒരു 3ാമത്തെ പോയിന്റ് ഇതിൽ ടാങ്കിലാണ് ഇരിക്കുന്നത്. അത് കുറേ ഉണ്ട്, ഇത് കണക്ട് ചെയ്ത് ജിക്സോ പസിൽ പോലെ ഇരിക്കുകയായിരുന്നു സാധനം. എങ്ങനെയാണെങ്കിലും കുറേ നേരം മെനക്കെട്ട് അതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കിപ്പോൾ മനസ്സിലായി ഹീറോയുടെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ
ബേസിക് ആയിട്ടുള്ള സാധനത്തിന് ക്വാളിറ്റി ഇല്ല. അതായത് ഈ നട്ടുകൾക്കൊന്നും ഒരു ക്വാളിറ്റി ഇല്ല. ഞാൻ ഈ പുതിയ വണ്ടി എത്ര പെട്ടെന്ന് തുരുമ്പെടുത്ത നട്ടുകളൊക്കെ, പിന്നെ അതുമല്ല നോർമൽ മറ്റേ നമ്മുടെ ഫിലിപ്സ് ഹെഡിൻ്റെ നട്ടുകളൊക്കെ നമ്മളൊന്ന് ആഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ മെഴുക് ഇതാവുന്ന പോലെ ഒടിഞ്ഞ് അത് മൊത്തത്തിൽ ത്രെഡ് പോവുകയാണ് ചെയ്യുന്നത്. അത് ഒരു സ്ക്രൂ അങ്ങനെ പോയി. ബാക്കി ഈ ആലൻ ബോൾട്ടുകൾ കുറെ ഉണ്ടായിരുന്നു. അതിലൊരു ഭൂരിഭാഗവും ഉള്ളിൽ തുരുമ്പിച്ച് ഉറച്ചിരിക്കുകയായിരുന്നു. പിന്നെ ബലം പിടിച്ച് നമ്മൾ തട്ടി തട്ടി അത് ഇളക്കിയെടുത്തു. ഇതഴിച്ചിട്ട് ആ അതെനിക്കൊന്ന് മൊത്തം ഒരു 15 വോൾട്ടിന് അടുത്തേക്ക് നമ്മൾ അയച്ചിട്ടുണ്ടാവില്ല. 10ലും കൂടുതൽ 20 ഉണ്ടായിരുന്നു. കാരണം ഒരു സൈഡിൽ കൂടുതലായിരുന്നു, ആ റേഡിയേറ്റർ ഇരിക്കുന്ന സൈഡിൽ കൂടുതലായിരുന്നു എനിക്ക് തോന്നണേ. അവിടെ അതിനകത്ത് കുറച്ചും അധികം വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സൈഡിലുള്ള മുന്നിലോട്ടിരിക്കുന്ന ആ 2 പീസ് ഊരിയെടുത്ത് അതിന് ശേഷമാണ് ഈ മുന്നിലിരിക്കുന്ന പ്ലാസ്റ്റിക് അതിൻ്റെ ഒരു ഹുക്ക് ടാങ്കിലും കുറച്ച് ഇപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഇരുന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ ഇത് പറഞ്ഞത് ടാങ്കിലാണ് ഇരിക്കുന്നത്. ടാങ്കിൽ വെൽഡ് ചെയ്ത് അതിനകത്ത് സ്ക്രൂ ചെയ്താണ് ഇരിക്കുന്നത്. ഈ കറുത്ത മുന്നിലിരിക്കുന്ന പീസ്, ആ പീസിലായിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഘടിപ്പിക്കുന്നത്. ഇത് ഊരാൻ വേണ്ടി ആ ഒരു ഫിലിപ്സ് ഹെഡ് ഊരാൻ വേണ്ടി കളിച്ച കളി, അതിലെനിക്കൊന്ന് ഒരു 1/4 മണിക്കൂർ തിരിച്ച് അനങ്ങുന്നില്ല. അത് മറ്റേ ത്രെഡ് ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ തുരുമ്പായിട്ടുണ്ടാവും. കാരണം അത് ഞങ്ങൾ ആദ്യം ഈ വലതുവശത്തെയാണ് ഊരി തുടങ്ങിയത്. അത് ഊരാൻ വേണ്ടി അപ്പുറത്ത് ഊരി നോക്കിയപ്പോൾ അത് പെട്ടെന്ന് വിട്ടു പോന്നു. അല്ല, അത് കുറച്ച് മെനക്കെടേണ്ടി വന്നു. പക്ഷെ എന്നാലും അത് ഊരി പോകുന്നത് അല്ല, ഇത്രയും മെനക്കെടേണ്ടി വന്നില്ല. അതേ പറഞ്ഞേ, ഇത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അവസാനം അതിൻ്റെ സ്റ്റാർ പോലത്തെ ഇരുന്ന് ഇതും ഇതായിട്ട് ഒരുമാതിരി ഓട്ട പോലെ ആയി. അത് എന്നിട്ട് ഊരി വന്നില്ല. അത് അവസാനം ഒരു സൈഡ് തുറന്നു കിട്ടി. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യുമ്പോൾ ടാങ്ക് ഊരാന്നുള്ള ഇതിലേക്ക് ഇതായി. എന്നിട്ട് പതുക്കെ ടാങ്ക് ഊരുന്നെല്ലാം മറ്റേ ഇതിൻ്റെ സെയിം തന്നെയാണ്. ഫ്യൂൽ പമ്പിൻ്റെ ഒരു വയറുണ്ടാവും അതിനകത്ത്. ഫ്യൂവലിൻ്റെ അതായത് ടാങ്കിൽ നിന്ന് ഇതിലേക്കുള്ള ഇഞ്ചക്ടറിലേക്കുള്ള ഒരു പൈപ്പുണ്ട്. ഈ വാപ്പ് ഡ്രെയിന് 4 സാധനങ്ങൾ അത് തന്നെയാണ് ഹിമാലയനിലുള്ളത്. ഈ നാല് സാധനങ്ങൾ അത് ഊരി പിന്നെ ആ പ്ലാസ്റ്റിക് പീസ് എങ്ങനെയൊക്കെയോ അതിൻ്റെ മുന്നിൽ നിന്ന് ഇളക്കി ഒരു വിധത്തിൽ ടാങ്ക് വെളിയിലെടുത്തു. ടാങ്ക് വെളിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആ ബൈക്ക് എന്ന് പറഞ്ഞാൽ ആ ടാങ്കിൻ്റെ സീറ്റിൻ്റെ വലുപ്പം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഷാസി ഇരിക്കുന്ന എവിടെ എന്തോരം താഴെയായിട്ട് ഇരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ തനി സൈക്കിൾ, എനിക്ക് പണ്ടത്തെ എൻ്റെ മറ്റേ സൈക്കിൾ ഓർമ്മ വന്നത് കണ്ടപ്പോൾ ആദ്യം. പക്ഷെ എല്ലാം കുത്തി നിറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരു ഓർഡർ ഇല്ല, അകത്ത് നോക്കുമ്പോൾ ഒരു വൃത്തിയില്ല. പിന്നെ അത് ഊരി കഴിഞ്ഞപ്പോൾ ഞങ്ങളെന്നാൽ പിന്നെ പതുക്കെ സ്പാർക്ക് പ്ലഗ് ആദ്യം ഊരി നോക്കിയിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് വീഡിയോ എടുക്കുക എന്നുള്ള പരിപാടിയിലേക്ക് നിൽക്കുകയാണ്. എന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് സ്പാർക്ക് പ്ലഗ് തപ്പി കണ്ടുപിടിച്ച് അതിൻ്റെ ബൂട്ടൊക്കെ ഊരി മേളിലേക്കാക്കി. പിന്നെ പൊന്തുന്നില്ല. പിന്നെ സാധനം അവിടെ നിന്ന് അനങ്ങുന്നില്ല. അതായത് ഇതിൻ്റെ നമ്മുടെ ഇഗ്നിഷൻ കോയിൽ ഇറക്കി വെക്കുന്ന ഇതുണ്ടല്ലോ സ്പാർക്ക് പ്ലഗിൻ്റെ ഉള്ളിലേക്ക്, അത് ആ ഹെഡിൻ്റെ ഉള്ളിൽ ഒരു കിണർ പോലത്തേലാണ് ഈ സാധനം ഇരിക്കുന്നത്. സത്യം പറയാം, അത് പോകുന്നത് ഞങ്ങൾ കുറെ അതും ഇതൊക്കെ വലിച്ചു നോക്കി. എൻ്റെ അമ്മോ, അത് എന്താ ഏറ്റവും വലിയ കോമഡി എന്താ പറയുക, സാധാരണ ബൈക്കുകളിൽ ഒന്നില്ലെങ്കിൽ ഇത് ചെറിയ ഇതായി ഇഗ്നിഷൻ കോയിൽ. ഇപ്പോൾ ഹിമാലയനിലൊക്കെ ഉള്ളത് ഇത് എനിക്ക് തോന്നുന്നു ഈ കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൈക്ക് ആയതുകൊണ്ട് തോന്നുന്നു ഇതിന് മറ്റേ ടൈപ്പാണ്. അതായത് കാറിനൊക്കെ വരുന്ന ടൈപ്പ് വലിയ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. മാറ്റാം, സാധനം മാറ്റാൻ പറ്റിയില്ല. എന്നാലും വേണ്ടേ, കാറിന് വരുന്നല്ലേ ഇത് തന്നെ ബൈക്കുകളുടെ ഇതിൽ. ഇത് കാർ അത്രയും അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പാണ്. ഇതല്ല നല്ല വലിപ്പമുള്ള. ഇതിന് കട്ടി കൂടുതലുണ്ടോ? ഹിമാലയൻ്റെ അറിയാൻ പറ്റും. അപ്പം അറിയാം, ഇത് ഹിമാലയൻ്റെ പ്ലഗ് അതാണ്. ത്രെഡിൻ്റെ വലിപ്പം അല്ല, വലിപ്പം കൂടുതലല്ലേ. നല്ല വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് അതിന് അത്രയും നീളം. പക്ഷേ ഞാൻ ഈ ഡ്യൂക്കിൻ്റെ ഒക്കെ നോക്കിയപ്പോൾ അവർ ഇതാക്കിയിരിക്കുന്നത് അത്രയും നീളമുള്ളത് കൊണ്ട് എളുപ്പത്തിൽ തുറക്കാൻ വേണ്ടി റബ്ബറിൻ്റെ മെറ്റീരിയലാണ് അയക്കുന്നത്. അത് ഫ്ലെക്സിബിൾ. അപ്പം നമ്മൾ ഊരി എടുക്കുമ്പോൾ വളഞ്ഞത് ചാടി വരും. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ്, അനങ്ങത്തില്ല. ഇത് പൊട്ടിപ്പോയാൽ തീരുകയും ചെയ്യും. മേലോട്ടും മുന്തൂല. എൻ്റെ ദൈവമേ, അതിനൊരു 1/2 മണിക്കൂർ എടുത്തു. ഞങ്ങള് അത് എങ്ങനെയോ ബലം പിടിച്ച് അത് ഞങ്ങൾ രണ്ടുപേര് കൂടിയിട്ടാണ് അത് ബലം പിടിച്ചത് പുറത്തെടുത്തത്. അതൊരു അവസ്ഥയായിരുന്നു. അയ്യോ, അതെടുത്ത് കഴിഞ്ഞിട്ട് വിരലിട്ട് നോക്കുമ്പോൾ സ്പാർക്ക് പ്ലഗ് തൊടാൻ പറ്റുന്നില്ല. നമ്മൾ ഹിമാലയന്റെ ശീലം വെച്ചിട്ട് ഹിമാലയന്റെ നേരെ സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ തന്നെ ഈ സാധനം മേളിലേക്ക് പൊങ്ങി. ഈ സാധനം ഇത് മേളിലേക്ക് പൊങ്ങി. ഇത് എന്ത് പറ്റുന്നില്ല. എൻ്റെ വിരലെത്തിയില്ല, ഇവന്റെ വിരലെത്തിയില്ല.
അതായത് ഒരു കിണർ പോലെ. അത് ഞാൻ ആദ്യമായിട്ടൊരു വണ്ടിയിൽ അങ്ങനെ കാണുന്നു. അമ്മാതിരി താഴ്ചയൊക്കെ ഇതാകുന്നത് അല്ലേ. അത് തൊടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങളുടെയിലുള്ള സോക്കറ്റ് ഇടാൻ പേടി. കാരണം സോക്കറ്റ് വീണ് പോയി കഴിഞ്ഞാൽ അതും എടുക്കാൻ പറ്റില്ല. ഇതിന്റെ അകത്താണ് ഈ സ്പേസ് എന്ന് പറഞ്ഞ സാധനം. കാരണം എനിക്ക് എന്താ പേടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ ഒരു വട്ടം സ്പാർക്ക് പ്ലഗ് പറ്റി നമ്മൾ വണ്ടി ചുമന്ന് പറ്റി പോകേണ്ട ഒരു അവസ്ഥ വന്നു. അതിവിടെ ആയതുകൊണ്ട് റോയൽ എൻഫീൽഡ് ആയതുകൊണ്ട് ഇവിടെ ശരിയാക്കാൻ പറ്റി. ഈ സാധനത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂരോ കൊണ്ടുപോയി. ഇവിടെ ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ പണിയുന്ന ഒരു മെക്കാനിക്കിനെ. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത് കറക്റ്റ് സെന്ററിലാകുമ്പോൾ നമുക്കൊരു പണിയെടുക്കാൻ ആക്സസ് എവിടെയെങ്കിലും മേലേന്ന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ ഇത് മേലെ കൂടെ ഇടാൻ പറ്റത്തില്ല. കറക്റ്റ് ഇതിന് അവിടെ തന്നെ ഒരു വലിയ ആന പോലത്തെ ഒരു സ്പൈനാണ് വണ്ടിയുടെ മെയിൻ ഫ്രെയിം. അതായത് നേരെ ഇതിന്റെ അതിനെന്താ പറയാ, ആ നമ്മുടെ ടീ സ്റ്റെം കയറ്റുന്ന ആ സാധനത്തിലേക്ക്, അതായത് നേരെ നമ്മുടെ ഹാൻഡിൽ തിരിയുന്ന ആ ഭാഗത്ത് നിന്ന് അവിടുന്ന് നേരെ പുറത്തേക്ക് വരുന്ന ഒരു സാധനമാണ്. ഒരു വലിയ ട്യൂബാണ്. ഒരു ട്യൂബാണ്. ആ ട്യൂബ് ഇങ്ങനെ അത് കൃത്യം ആ എഞ്ചിന്റെ മേളിൽ വന്നിട്ട് പിന്നെ രണ്ടായിട്ട് പോവാണ്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പ്ലഗിന്റെ ആ ഭാഗം കഴിഞ്ഞിട്ടാണ് അത് രണ്ടായിട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ കുറെ അങ്ങനെ കാരണം നമ്മുടെ കയ്യിലുള്ള സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നീളമുള്ള സാധാ സ്പാർക്ക് പ്ലഗ് എടുക്കാൻ പറ്റുന്ന സോക്കറ്റാണ്. അതിന്റെ കുഴപ്പം ഇത് ഈ കട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചെടുക്കാൻ നമ്മുടെ വേറെ വകുപ്പില്ല. കാരണം നമുക്ക് വേറെ എക്സ്റ്റൻഷൻ റോഡ് അതിന്റെ അകത്ത് കയറ്റാനുള്ള ഗ്യാപ്പും ഇല്ല, അത് പൊക്കാനും പറ്റില്ല, ഒരു സാധനം അതിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് അത് കറക്റ്റ് ടൈറ്റ് ഹോളാണ്. നമുക്ക് വിരലിട്ട് നമുക്ക് 2 വിരലിടാൻ പറ്റില്ല പിടിക്കാൻ വേണ്ടി, ഒറ്റ വിരൽ ഇടാൻ പറ്റത്തുള്ളൂ. അതായത് അത് പിന്നെ ഇതിനൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് കോണിച്ചിരിക്കുന്നതായിരിക്കുമല്ലോ. എന്താണേലും അത് നമ്മൾ അങ്ങനെ ആലോചിച്ചത് പെട്ടെന്നാണ് ഞാൻ ഓർത്ത് ഈ വണ്ടിയുടെ കൂടെ സാധാരണ നമുക്ക് സ്പാർക്ക് പ്ലഗ് എടുക്കുന്ന ഒരു സാധനം കിട്ടും. അപ്പൊ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ ശ്രദ്ധിച്ചു ഇതിന്റെ ഒരു വ്യത്യസ്ത ഒരു മണി പോലത്തെ ഇങ്ങനെ ഇളകുന്ന ടൈപ്പ്. ഞാൻ സത്യം പറഞ്ഞ സാധനം കണ്ടില്ല. അതെന്താ ആ ഡിസൈനിൽ നിന്ന്. പിന്നെ ഞാൻ ചുമ്മാ അത് എടുത്ത് ഞങ്ങളപ്പോൾ എടുത്ത് നോക്കിയിട്ട് അപ്പോഴാണ് സംഭവം കത്തിയത്. അത് ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് നീളം കൂടിയതാണ്. അതിങ്ങനെ ഒടിക്കാൻ പറ്റും. ഒടിച്ച് അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ ആദ്യത്തെ പീസ് ഇറക്കും. പിന്നെ അത് അതിന്റെ ഉള്ളിലാണ് റബ്ബറിന്റെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേലെ ഒരു നട്ട് പോലെ അറ്റത്ത് പിടിക്കാൻ വേണ്ടി അത് പിടിച്ചോ കണ്ടി. ഇങ്ങനത്തെ സ്ക്രൂ അല്ല മറ്റേതിന് പറഞ്ഞ. അതായത് ഇത് ലൂസ് ആയി കഴിഞ്ഞാൽ അത്ര ഉള്ളിലായതുകൊണ്ട് ഈ റബ്ബറിന്റെ ഇതിൽ ഇങ്ങനെ പിടിച്ചെങ്കിൽ പൊങ്ങി വരാൻ വേണ്ടി. അപ്പം അത് കയറ്റിയിട്ടു. അപ്പൊ അത് സംഭവം കുടുങ്ങി. അപ്പൊ സന്തോഷമായി, അയ്യോ രക്ഷപ്പെട്ടല്ലോ ഇതാകെ. അത് കഴിഞ്ഞപ്പോ എന്നിട്ട് അത് ഈ റബ്ബർ അതിനകത്തുണ്ടെന്നുള്ളൊരു കുറേ കണ്ടത്. എന്നിട്ട് ഈ ടൂളിൻ്റെ എടുത്തിട്ട് ഞാൻ തള്ളിക്കയറ്റി സാധനം തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ഇത്ര ഹാൻഡ് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ തിരിയാം. ഞാൻ കൈയിട്ട് ഒന്നാമത്തെ കാര്യം ഗ്യാപ്പില്ല, നമുക്ക് തിരിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇതിങ്ങനെ ഞങ്ങൾ തിരിച്ച് അല്ല അതിന് പിന്നെ വേറെ കാര്യം പറഞ്ഞു. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ റാച്ചറ്റ് ഇട്ട് നോക്കി, സ്പാനർ ഇട്ട് പിടിച്ച് നോക്കി, ഒരു സാധനം തിരിയാനുള്ള ഇതില്ല അതിനകത്ത്. എന്നിട്ടാണ് കൈ കൊണ്ട് തിരിക്കാൻ നോക്കിയത്. എന്നിട്ട് കൈ കൊണ്ട് തിരിക്കുമ്പോൾ തിരിയുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ധാരണ ഇത് ഹാൻഡ് ടൈറ്റ് മാത്രമേ ഉള്ളൂ, ഇത് തിരിഞ്ഞിങ്ങ് പോരും. ഞാൻ തിരിക്കുന്നുണ്ട്. ഇത് തിരിച്ച് കുറച്ച് അനങ്ങുന്നുള്ളൂ. തിരിച്ച് ഒരു 5 മിനിറ്റ് തിരിച്ച്. എന്നിട്ട് നോക്കുമ്പോൾ ഇതാവില്ല. എന്നിട്ട് എടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ സാധനത്തിൻ്റെ ഭിത്തിയിൽ തട്ടിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ സാധനം കയറി വരുന്നതാണ്, ഈ സ്പാർക്ക് പ്ലഗ് വരുന്നതാണ്. ഈ സ്പാർക്ക് പ്ലഗിന് പിന്നെ അടിക്കുമ്പോൾ സെറാമിക്കിന് ഒരു പ്രത്യേക ഒരു സൗണ്ടാണ്. ഇത് നമ്മൾ ഇതിലടിക്കുമ്പോൾ അത് മാറ്റിയവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ അതായിരിക്കും. എന്നിട്ട് 2-3 വട്ടം ഇതേപോലെ സെയിം സംഭവം തള്ളിക്കയറ്റും തിരിക്കും, തള്ളിക്കയറ്റും തിരിക്കും. എന്നിട്ടാണ് ഞങ്ങൾ മറ്റേ വാങ്ങി സ്പാർക്ക് പ്ലഗ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കി. ഇത് കയറുന്നുണ്ട്, ഈ ടൂൾ അതിനകത്ത് കയറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് ആ സാധനം എടുത്തുകൊണ്ട് വന്ന് ഇത് തള്ളിക്കയറ്റി വെക്കുമ്പോൾ ഈ സാധനം ഇതിലെ നമ്മുടെ ഇതിനകത്തേക്ക് പിടിക്കുന്നില്ല. ഈ നട്ട് പോലെ ഇരിക്കുന്ന പിടിക്കേണ്ട ഈ സാധനത്തേക്ക് പിടിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ സാധനം എത്തുന്നില്ലെങ്കിൽ ഇതിന് വേറെ ടൂളും എല്ലാം വേണ്ടി വരുമോ, അതോ ഇതിനകത്തുള്ളത് വേറെ സ്പാർക്ക് പ്ലഗ് ആണോ? അപ്പോഴാണ് ശരിക്കും പറയുന്നത് ഇവൻ എന്നിട്ട് തള്ളി ഉള്ളോട്ട് കയറ്റിയപ്പോഴാണ് അതിനകത്ത് റബ്ബർ ഉണ്ടെന്നുള്ള കാര്യം കാണുന്നത്. അതുവരെ ഞങ്ങൾ കണ്ടില്ല. അപ്പോഴാണ് മനസ്സിലായി ഈ സാധനം ഈ റബ്ബർ ടൈറ്റായിട്ട് അതാണ് ഞാൻ കൈയിട്ട് തിരിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഇത് റബ്ബർ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ഞാൻ എന്തോ എടുത്ത് തള്ളി ആദ്യത്തെ തള്ളിന് ഈ സാധനം കറക്റ്റ് ഇതിനകത്തേക്ക് കയറി പിടിച്ചു. പിന്നെ ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ഇത് കൈ കൊണ്ട് അനങ്ങുന്നില്ല. പിന്നെ ഞങ്ങൾ റാച്ചറ്റ് ഇട്ട് അങ്ങോട്ട് ഇരിക്കുന്നു ഇങ്ങോട്ട് ഇരിക്കും, ഒരു അനക്കമില്ല. ഇത് തിരിക്കാനായിട്ട് സ്ഥലമില്ല. എന്നിട്ട് എന്തോ ഇത് സംഭവം ശരിയായിട്ട് നമ്മൾ മറ്റേ ആ സ്റ്റാറിൻ്റെ മറ്റേ ബോക്സ് റേഞ്ച് ഇട്ട് പിടിച്ചപ്പോൾ ഇത് കുടുങ്ങി. പക്ഷേ ഇത് തിരിക്കാനുള്ള ലെവറേജ് കിട്ടുന്നില്ല എന്ത് ചെയ്തിട്ടും.
ഇത് കുറേ ബലം പിടിച്ചു നോക്കി, ഇത് എങ്ങോട്ട് നോക്കിയാലും ഇത് അനങ്ങുന്നില്ല. ഞങ്ങളങ്ങനെ കുറേ നേരം ഇരുന്ന് ഇതിന് ബലം കൊടുക്കണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ഒരു വിധത്തിൽ അഴിച്ചില്ല. അവസാനം എല്ലാം തിരിച്ചിട്ടു. അതായത് പണി വേണ്ടാന്ന് വിചാരിച്ചു. കാരണം അന്നത്തെ പോലെ ഇതേപോലെ എന്തെങ്കിലും പൊട്ടുമെന്ന് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത വള്ളികൾ വെറുതെ വലിച്ചു എടുത്തേണ്ടി വരും. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ ആ ഒരു സംഭവത്തിന്റെ സെറ്റപ്പ് അറിയാൻ വേണ്ടി സമയം കളഞ്ഞു. അതായത് എനിക്കൊന്ന് ഒരു 12 മണിക്ക് തുടങ്ങിയിട്ട് നോർമൽ ഒരു ബൈക്കിൽ ഒരു സ്പാർക്ക് പ്ലഗ് പറ്റുന്ന പറഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് കാര്യം നടക്കും. ഇതിപ്പോ ഈ കാര്യം പറയാൻ ഈ കഥ പറയാൻ ഇതൊക്കെ കഥ പറയാനുണ്ടായി. കാരണം ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചൊരു കാര്യമാണ്. അതായത് ഹിമാലയനിൽ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളെ കൊണ്ട് വരുന്നെല്ലാം മാറ്റുന്നുണ്ട്. ഭൂരിപക്ഷം സർവീസ് നമ്മൾ തന്നെ എവിടെ ചെയ്യലേ. അത് എഞ്ചിൻ അതിന് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലാത്ത എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരു സ്പാർക്ക് പ്ലഗ് മാറ്റാൻ വേണ്ടി വണ്ടി ഇങ്ങനെ തുറന്ന് മൊത്തം ഊരിയെടുത്ത് ഇതാക്കി ഇങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ വരുന്ന എല്ലാ ബൈക്കുകളും ടെക്നോളജിയാണ് അവർ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് എന്നുള്ള കോൺസെപ്റ്റിൻ്റെ സിംപ്ലിസിറ്റിയെ നശിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംസാരിച്ച് മനസ്സിലായത് പറഞ്ഞൊരു കാര്യം, ബൈക്കുകൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യങ്ങൾ ആ വാങ്ങിയ ഉപഭോക്താവിന് അത് മാറ്റാനും അത് ശരിയാക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ അതേ കമ്പനിയുടെ അവരുടെ സർവീസ് സെൻറ്ററിൽ മാത്രം മാറ്റാം അത് പറ്റുമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി വാങ്ങിയത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, നേട്ടം കിട്ടുന്നില്ല. അവർക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവർക്ക് സ്വന്തം ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ കാരണം അത് അവരുടെ അല്ല. പിന്നെ ആ വണ്ടിക്ക് നമുക്കൊരു അവകാശം ഇല്ലാത്ത പോലെ നമുക്ക് ആ വണ്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ട്രോണിക് സാധനങ്ങളിൽ കയറി കൈയടത്തണമെന്ന് പറയുന്നില്ലേ മറ്റേ സംഭവങ്ങളൊക്കെ വരുന്നതിൽ. പക്ഷേ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഓയിൽ മാറ്റുക, ഓയിൽ ഫിൽറ്റർ മാറ്റുക, സ്പാർക്ക് പ്ലഗ് മാറ്റുക, എയർ ഫിൽറ്റർ മാറ്റുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെട്ടെന്നൊരു ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വണ്ടി പിന്നെ നമ്മുടെ അല്ല, ഇതിനെ അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുമല്ല, ഇന്ന് ബെച്ചാൻ വന്നപ്പോൾ പറഞ്ഞ വേറൊരു കാര്യം, ഈ ഒക്കെ കാരണം കൊണ്ടായിരിക്കും മറ്റേ ഹീറോയുടെ സർവീസ് ശരിയല്ലെന്ന്. കാരണം ഇത്രയും മെനക്കേടാണ്. ഈ ഒരു സ്പാർക്ക് പ്ലഗ് മറ്റേ ഞങ്ങൾ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ആ ടാങ്ക് ഉരണ്ടി വന്നു, ആ പാനലുകൾ മുഴുവൻ ഉരണ്ടി വന്നു. ഇത് ഇട്ട് കഴിഞ്ഞ് ഏതൊരു വീഡിയോയിൽ ഒരാൾ സ്പാർക്ക് പ്ലഗ് ഊരി കയ്യിൽ പിടിക്കുന്നുണ്ട്. ആ മനുഷ്യൻ എങ്ങനെയാണ് ഊരിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ സർവീസ് ടെക്നീഷ്യന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് പറ്റുന്നുണ്ടാവില്ലായിരിക്കും ഈ സംഭവത്തിനൊരു. കാരണം ഒരു സാധനം ഉണ്ടാക്കി വരുമ്പോൾ അതിന് കമ്പനിക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം, ഈസി ആക്സസ് കൊടുക്കുന്ന രീതിയിൽ. ഇതെല്ലാം ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ സർവീസിൽ മാത്രമേ മാറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനറിയുന്ന ആൾക്കാരും ഇല്ല, നമുക്ക് ഒരാൾക്ക് സ്വയം മാറ്റാനും പറ്റിയില്ലെങ്കിൽ. ഈ തമാശക്ക് പറയുന്ന ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് വിദേശത്ത് അമേരിക്കയിലൊക്കെ ഇങ്ങനെ ഓരോ വണ്ടികളിൽ മെക്കാനിക്കുകൾ വീഡിയോ ഇടും. ഒരു എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത എഞ്ചിൻ ബേയും ഒരു മെക്കാനിക് ഡിസൈൻ ചെയ്ത എഞ്ചിൻ ബേ എന്ന് പറഞ്ഞിട്ട്. അതായത് ചില ജർമ്മൻ വണ്ടികളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. അത് നമ്മൾ തൊടാൻ പാടില്ല, നമ്മൾ തൊടരുത്. ആ രീതിയിലൊക്കെയാണ് ഓരോ സ്ഥാനങ്ങൾ എടുത്തു വെക്കുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ അതായത് നമുക്ക് എന്തെങ്കിലും, അതായത് നമുക്ക് ആ വണ്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ആ വണ്ടി നമ്മുടെ ഇത് സ്വന്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു കൈയിട്ട് അതിനകത്ത് കേൾക്കുമ്പോഴുള്ള ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലായി. അത് കാരണം അവരങ്ങനത്തെ കാര്യം ഇപ്പൊ കസ്റ്റമറിനെ വെച്ച് ഉണ്ടാക്കിയില്ല, അവരവരുടെ ടെക്നീഷ്യന്മാരെ പോലും മനസ്സിൽ വിചാരിച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ നമ്മൾ വിചാരിക്കും ഇപ്പം അതിനകത്ത് വയറ് ഊരാൻ, ഞാൻ അത് വിചാരിച്ചു വയറ് ഊരി മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷെ എന്താന്ന് പറഞ്ഞ് എന്താ പറയുക, മെയിൻ വയറിംഗ് ലൂം അതിൻ്റെ നടുവിലൂടെയാണ്, അതാണ് വിഷയം. കാരണം ആ മെയിൻ വയറിംഗ് ലൂമിൽ കൂടിയാണ് ഈ ബാക്കിയുള്ള സാധനത്തിലേക്കുള്ള എല്ലാം പോകുന്നത്. ഇത്രയും കട്ടിയുള്ള ഇങ്ങനെ കട്ടിയുള്ള ഏറ്റവും കട്ടിയുള്ള മെയിൻ ലൂമാണ് അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അനക്കി മാറ്റാനും പറ്റൂല. അതെ, അതായത് ഈ സെയിം എൻജിൻ വെച്ചുള്ള XMR-ൽ ഞാൻ ഒരു വീഡിയോ, അത് ഒറ്റ വീഡിയോ ഉള്ളൂ യൂട്യൂബിൽ മൊത്തത്തിൽ നോക്കിയിട്ട്. അതായത് അതിന് ഫ്രണ്ടിൽ ടാങ്കിൻ്റെ അവിടെ ഒരു ഫോൺ വെക്കാനുള്ള ഒരു പീസ് ഉണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പീസ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 2 സ്ക്രൂട്ട് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നേരെ ഓട്ടയാണ്. ഈ ഓട്ട നേരെ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആ സ്പാർക്ക് പ്ലഗിന്റെ അവിടേക്കാ. കൈയുടെ ഉള്ള ഗ്യാപ്പ് ഉണ്ടോ?
വലിയൊരു കുഴി പോലെ. അല്ല ഞാൻ ചോദിച്ചു നമുക്ക് കൈയിട്ട് തിരിക്കാനുള്ള, അതായത് എനിക്ക് തോന്നുന്നു അതപ്പോ ഇറക്കി വെച്ച് ഇതാക്കേണ്ടി വരും, തിരിക്കേണ്ടി വരും. അപ്പൊ ഫെയറിംഗ് ഒന്നും ഊരണ്ടോ? അപ്പൊ ഇനിയിപ്പോ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ആ വണ്ടിക്ക് അങ്ങനെ ഡിസൈൻ ചെയ്ത് ഈ എഞ്ചിൻ ഇറക്കിയിട്ട് ഇതിൽ വന്നപ്പോഴത്തേക്ക് ആ എഞ്ചിൻ മാത്രം കടെടുത്ത് വേറെ ചിന്തിച്ചില്ല എന്നുള്ള രീതിയും കൊണ്ട് പറ്റിപ്പോയതാണോ എന്നിങ്ങനെ എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതൊരു ADV സ്റ്റൈലിൽ ഷാസി എന്തായാലും പണിയേണ്ട സ്ഥിതിക്ക് അതുകൊണ്ട് മിസ്സായി പോയതാണോ, അതോ ഇനി അവിടെ ഇതേപോലത്തെ സ്പ്ലിറ്റ് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ ഷാസിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാതെ എഞ്ചിന് ഇതാവാത്ത രീതിയിലാവുമോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണോ ചെയ്തതെന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ ഈ പറയുന്നത്, നമ്മൾ ഇതുവരെ വണ്ടി വാങ്ങിയിട്ട് ഹീറോയ്ക്ക് ഇത് പറഞ്ഞിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് നമുക്ക്, കാരണം നമ്മളിത് സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. സ്വന്തമായിട്ട് ചെയ്യാത്തവരെ സംബന്ധിച്ചുള്ള ഇത് കുഴപ്പമില്ല. അവർ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ 10,000-ലോ 20,000-ലോ അങ്ങനെ മാറ്റിയാൽ മതി. നമുക്ക് നമ്മുടെ സ്വന്തമാക്കണം. പണ്ട് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞ പോലെ മെരുക്കി എടുക്കേണ്ട നമ്മുടെ സ്വന്തം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ നമുക്കത് ചെയ്യാനുള്ളൊരു അവസരം അവർ തരുന്നില്ലാത്ത പക്ഷം പിന്നെ ആ വണ്ടി നമ്മുടെ അല്ല. നമുക്ക് കാരണം ഇത്രയും ടെക്നോളജികൾ നമ്മൾ ഇത്രയും സാധനത്തിന് ചീപ്പായിട്ട് തരുമ്പോൾ ഹീറോ മാത്രമല്ല, നമുക്ക് പൊതുവെ ഇപ്പോൾ ഉള്ള ബൈക്കുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഈ നോർമൽ എയർ കൂൾഡ് വണ്ടികളല്ലാതെ ഇറങ്ങുന്ന ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള വണ്ടികൾ ഭൂരിപക്ഷം ഇതേപോലെ കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എല്ലാം ഇതേപോലെയാണ്. കാരണം ഇപ്പോൾ 450 ഇതേപോലത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ബൈക്കാണ്. ഇന്നലെ ഞാൻ വീഡിയോ കാണിച്ചതില്ല മോനെ. അതായത് അതിന്റെ ഫ്രണ്ട് എയർ ബോഡി ഉണ്ട്, അത് ഊരി മാറ്റണം. അതൊക്കെ ഊരി മാറ്റി ത്രോട്ടൽ ബോഡിയുടെ ഇതൊക്കെ ഹൗസിംഗ് ഒക്കെ ഊരി മാറ്റിയാണ് അതിലേക്ക് ഒരു ആക്സസ് കിട്ടത്തുള്ളൂ. ആ ഒരു പുള്ളിയുടെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നില്ലേ. പക്ഷെ KTM-ന്റെ കാര്യം അങ്ങനെയല്ല. KTM-ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇതങ്ങ് ഈ സാധനം ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടി ഊരി കഴിഞ്ഞാൽ നേരെ ഇതിലേക്ക് ആക്സസ് കിട്ടും. അതാണ് റബ്ബറിൻ്റെ ഇത്, നേരെ ഊരി കഴിഞ്ഞാൽ സുഖമായിട്ട് മാറ്റാൻ പറ്റും. അതാണ് വ്യത്യാസം. നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. അതായത് ഇപ്പോൾ ഇവരിങ്ങനത്തെ സെഗ്മെന്റിൽ ഇപ്പൊ ഇത്രയും ഒരു വണ്ടി ഇറക്കിയപ്പോ അവർ അതിനെപ്പറ്റി കാര്യമായിട്ട് ചിന്തിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അത് കമ്പനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇത് ഈ ഓണേഴ്സ് ഇത് മെയിൻറ്റെയിൻ ചെയ്യും, അപ്പോൾ അവർക്കും കൂടെ എളുപ്പത്തിൽ അല്ല. ഇപ്പൊ അത് വേറെ കാര്യം എന്താ പറയുക, ഇപ്പത്തെ കാലത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആപ്പിളിന്റെ ഇതാണ്, ആരും അതിൻ്റെ ഉള്ളിൽ നോക്കരുത്, അവർ തന്നെ എല്ലാം ചെയ്യണം. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ ഇരിക്കുകയാണ് എപ്പോഴും. നമ്മൾ സത്യം പറഞ്ഞ ഈ സാധനം നമ്മൾ ഓൺ ചെയ്യുന്നില്ല. ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയുടെയാണ്. നമ്മൾ തൽക്കാലത്തിന് വാങ്ങിയിട്ട്, കാരണം അവരെ കൊണ്ട് ഇത് തുറക്കാനും അഴിക്കാനും ഇടാനും പറ്റുള്ളൂ. അവരെ കമ്പനിയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവർക്ക് പൈസ ഉണ്ടാക്കണം. അവർക്ക് പൈസ ഉണ്ടാക്കണേ ആകെ പറ്റുന്ന ഇങ്ങനത്തെ പരിപാടികൾ അവരെ കൊണ്ട് മാത്രം ചെയ്യിക്കുക എന്നുള്ള അതൊരു ബിസിനസ്. പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ അത് കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ എല്ലാം മറ്റേ ഇത് വെച്ച് ഡയഗ്നോസ്റ്റിക് ടൂൾ വെച്ചിട്ട് ഇതെല്ലാം നോക്കി എന്താ പ്രശ്നം ഇത് നോക്കണം, അല്ലെങ്കിൽ എഞ്ചിൻ അയച്ചു പോകരുത്, അത് നമുക്കല്ല. നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ഓയിൽ മാറ്റുക, ഇത് മാറ്റി, ഇതിനുള്ള അവസരം ഉണ്ടാക്കണം, അതിനുള്ള പാർട്സ് കിട്ടണം. പിന്നെ അതല്ല ഇതേപോലെ ഈ ടാങ്ക് ഇത് അഴിക്കാന്നൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഇത് ഒരിട്ട് അഴിച്ച് ശീലമുള്ളതുകൊണ്ട് നമുക്ക് വലിയ ഇത് വന്നില്ല. ഇപ്പോൾ വേറൊരാളെ സംബന്ധിച്ചിട്ട് ഇത് ആദ്യം കാണുമ്പോൾ പേടിയാണ്, ഇത് എന്താ സാധനം, എന്നിട്ട് നമ്മൾ പേടിച്ചിട്ട് തന്നെയാണ് അഴിച്ചത്, അതും വേറെ കാര്യം. പക്ഷേ ഇത് നമുക്ക് ഇതിനുള്ളൊരു സാഹചര്യം കിട്ടില്ല. അതിന് അങ്ങനെ ഡിസൈൻ ചെയ്ത് നമ്മൾ നീ കണ്ടല്ലേ, നമ്മൾ ആ സാധനം ഇട്ട് തിരിക്കാൻ ഒന്നത് ഇടാൻ പറ്റി, തിരിക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് ഇപ്പം എന്താ പ്രയോജനം? അതുകൊണ്ട് പ്രയോജനമില്ല. ഈ ഒരു ടൂള് തന്നിട്ടുണ്ട്, ഈ സാധനം ഇട്ട് നമുക്കത് തിരിക്കാൻ അവസരം കിട്ടിയില്ല. പിന്നെ ആ ടൂളിന് എന്തിനു വേണം? വെറുതെ മറ്റേ ഇതാക്കി ആ ഉരുക്കി ഉണ്ടാക്കിയ സാധനം വേസ്റ്റ് ആയില്ലേ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല പോയി. അപ്പോൾ കമ്പനിയുടെ നമുക്കിപ്പോൾ നമുക്കിത് പറയാനേ പറ്റുള്ളൂ. അതായത് ഇപ്പോഴും എൻ്റെ ചോദ്യം ഞാൻ ചിന്തിച്ച കാര്യം ഇതാണ്. അതായത് ടെക്നോളജി കൂടുന്തോറും ഈ ബൈക്ക് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഇത് തന്നെ ഇല്ലാണ്ടാകുന്നതിന് തുല്യമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഇത്. അതായത് ബൈക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കണ്ടുപിടിച്ചതിൻ്റെ സൈക്കിളിനകത്ത് മോട്ടറൊക്കെ സുഖകരമാക്കുക, യാത്ര സിമ്പിളായിട്ട് കാര്യം സുഖം തന്നെയാണല്ലോ മോട്ടോർ സൈക്കിൾ, അതായിരുന്നു കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പൊ വന്ന് ഇത് കോംപ്ലിക്കേറ്റഡ് ആയി. അതായത് ഒരു പക്ഷേ ഇങ്ങനെ ഇവർ ഇത് ചിന്തിക്കാതെ ഇത് ഡിസൈൻ ചെയ്ത് ഇറക്കിയത് കൊണ്ടായിരിക്കുമോ ഈ ഹീറോയുടെ ഓണേഴ്സിന് കൂടുതൽ പ്രശ്നം ഈ വണ്ടിയിൽ വരുന്നതും സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തതും. അത് ഞാൻ അന്ന് പറഞ്ഞില്ല. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ വണ്ടി കമ്പനികൾ ഈ വണ്ടി ഇറക്കി വിടുന്നല്ലാണ്ട്
ഇതിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഇത് ഒരു സെക്ഷൻ വണ്ടി ഒരു സ്ഥലത്ത്, മറ്റേ സെക്ഷൻ വണ്ടി വേറെ സ്ഥലത്ത്, ഇത് വേറൊരു വിഷയം. അതെ. പിന്നെ ഇതാണ് കമ്പനി, ഇത് നമ്മളൊരു വണ്ടി ഇറക്കി വിട്ടാൽ പോരല്ലോ, നമ്മൾ അതിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളോട് ആൾക്ക് ശരിയാക്കി കൊടുക്കണ്ടേ. ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി പെട്ടെന്ന് ശരിയാക്കി കിട്ടണം, അത് ചെയ്യണ്ടേ. ഇനി അല്ലെങ്കിൽ ഇപ്പം പൊതുവെ ഇപ്പം നീ പറയുന്നതിലാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പം വന്നെന്ന് വിചാരിക്കുക, അപ്പം നമുക്ക് അടുത്ത ആ പ്രശ്നം പരിഹരിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോകണം. അതായത് പുതിയ ഇറങ്ങുന്ന വണ്ടികളിൽ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, അതാണ് ചെയ്യേണ്ടത്. അത് പിന്നെ അവർ ആ ഹെഡിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ ഹെഡൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വണ്ടി വാങ്ങിയിട്ട് 1 മാസം കയ്യിലെടുത്തിട്ട് 2 മാസം ഷോറൂമിൽ കിടക്കുകയാണ്, അല്ല മറ്റേ സർവീസ് സെൻറ്ററിൽ കിടക്കുകയാണ്. അതിന് നിൽക്കാണ്ട് ആഴ്ചയിൽ ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വന്നാൽ പെട്ടെന്ന് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. മനസ്സിലായി എനിക്ക്? അതായത് ഇപ്പോൾ ഒരു ഹെഡിന് അല്ലെങ്കിൽ എന്താ ഹെഡ് മാറ്റുക, ചെറിയ പ്രശ്നം അവർ കണ്ടുപിടിച്ചില്ല, ഹെഡ് മാറ്റുകയെന്ന് വിചാരിക്കുക. ഹെഡ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ വണ്ടി തിരിച്ച് കസ്റ്റമറിൽ എത്തണം. ഏറ്റവും കുറഞ്ഞത് അത്രയും സ്പീഡായി നമ്മുടെ അസംബ്ലി ലൈൻ അത്ര സ്പീഡിൽ പോകണം, സ്മൂത്തായിട്ട് പോകണം. വെൽ ഓയിൽഡ് എൻജിൻ എന്നൊക്കെ പറയില്ല, അതേപോലെ വെൽ ഓയിൽഡ് മെഷീൻ എന്ന് പറയുന്ന പോലെ നമ്മളങ്ങ് സ്മൂത്തായിട്ട് ഇത് പോകണ്ടേ, തടസ്സം ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആളെ സംബന്ധിച്ച് വേർപ്പിക്കുമ്പോൾ 1 മാസം 2 മാസമൊക്കെ വണ്ടി അവിടെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വെറുതാണ്, നമ്മൾ ആ വണ്ടി വെറുത്തു പോകും. പൊന്നെന്ത് തോന്നുന്നു, റിലയബിലിറ്റിയും ടെക്നോളജിയും ഒരുമിച്ച് പോകുന്നതാണോ അതോ ഇതാണ് ഇൻവേഴ്സ് ആണോ? അതായത് ഒരെണ്ണം നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കുറയും, ഒന്ന് നല്ലതായ എനിക്ക് അതാ തോന്നുന്നത്. കാരണം ടെക്നോളജി റിലയബിലിറ്റിയും കൂടെ ഒരുമിച്ച് പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്, റിലയബിലിറ്റി നമുക്ക് എന്തായാലും നമ്മുടെ കുറച്ചും കൂടെ ടെക്നോളജി എന്താ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ റൈഡ് ക്വാളിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ടെക്നോളജി കൂടുന്നതനുസരിച്ച് ഇതെന്താന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യം നമുക്കുണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിന്റെ ടെക്നോളജി കൂടുമ്പോൾ ഇതിന് കോംപ്ലിക്കേഷനും കൂടും. അതായത് ഇതിന്റെ ടെക്നോളജി കൂടുന്നതനുസരിച്ച് റിലയബിലിറ്റി അല്ല, അതായത് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കത് ചെയ്യാൻ കസ്റ്റമർ നൽകി നമുക്കത് മനസ്സിലാക്കാനുള്ള ഇത് കുറയും. അപ്പം അത് ഒരു റിലയബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അതാണ്, ടെക്നോളജി കുറയുന്നതിനനുസരിച്ച് റിലയബിലിറ്റി പതുക്കെ കുറെ കൂടുക എന്ന് തുടങ്ങും. അതാണ് ഇപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാലോചിക്കുക. ഇപ്പോൾ നമ്മുടെ ഇതിനെ പഴയ ബുള്ളറ്റിനെ ആലോചിക്കുക, അല്ലെങ്കിൽ ജീപ്പ്, എന്താണ് എൻജിൻ, 4 ടയർ, ഷാസി കഴിഞ്ഞു. പിന്നെ ആ ചില്ലറ ഇത് കാര്യങ്ങളും ഇതെന്താ, എൻജിൻ വെച്ചിട്ട് ഇതിലേക്ക് ട്രാൻസ്മിഷനിൽ നേരെ ടയറിലേക്ക് പവർ കൊടുക്കുന്നു, അതിൻ്റെ പുറത്താണ് ഇത് സാധനം ഇരിക്കുന്നത്. ഇത് എങ്ങനെ വെക്കാലും നന്നാക്കാൻ പറ്റും, കാരണം ഇതിൽ ഓടുന്ന പാർട്സിൻ്റെ എണ്ണം കുറവാണ്. ടെക്നോളജി കൂടുന്നതനുസരിച്ച് എണ്ണം കൂടി കൂടുന്നതനുസരിച്ച് ഇത് എന്താ എവിടേക്കാണ് നമുക്ക് സാധാരണ ഒരു മെക്കാനിക്കിന് നമുക്കുള്ളത് മനസ്സിലാവില്ല. പഴയ മെക്കാനിക്കുകൾ അതുകൊണ്ടാണ് ഈ ജീപ്പിൽ പണി, അവർക്ക് എളുപ്പമാണ് ഈ സാധനം തട്ടിക്കൂട്ടി എടുക്കുക. നമ്മളിത് പുതിയ ടെക്നോളജികൾ വരുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ഒന്നുകിൽ ബാക്കിയുള്ള എല്ലാവർക്കും അതിനുള്ള ഈ അറിവ് പറഞ്ഞു കൊടുക്കണം, ഈ സാധനം നാശമായില്ല എങ്ങനെ ചെയ്യാം. എന്നാലാണ്, അതുകൊണ്ടാണ് ഈ നമ്മളിപ്പോൾ കാറിൻ്റെ ആണെങ്കിലും മെക്കാനിക്ക് പുതിയ വണ്ടികൾ അവർ തൊടുവില്ല എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ. പണ്ടായിരുന്നു ഏത് മുക്കിൽ പോയ ആൾക്കാരെ കൊണ്ട് ശരിയാക്കിയായിരുന്നു. ഇപ്പോൾ 800 ഒക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ ആൾക്കാർ അതെന്താ ഇതൊക്കെ എവിടെ, ഇത് നന്നാക്കാൻ ആൾക്കാരുണ്ടാവുമായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് വേറെ കാര്യം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അവർക്ക് പണി അറിയായിരുന്നു, അതാ കാര്യം. അതിലൊന്നും വേറെ ഒന്നും ഇല്ല. ഒരു ബോഡിയും എൻജിനും 4 ടയറും, ഇത് കീ കൊടുത്തത്. അപ്പോൾ ഇതിലെ എണ്ണം കുറവാണ്. നമുക്ക് ഒരു ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഇത് കുറവാണ്. അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഒരു പക്ഷേ ഈ 210 അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഇത്രയും ഒതുങ്ങിയ ഒരു പാക്കേജിൻ്റെ അകത്ത് കൊടുക്കാൻ ഇവർ ശ്രമിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും നമുക്ക് ഈ പ്രശ്നം നേരിട്ടത്. എനിക്ക് ഈ ഒരു ഇത് കാരണം എനിക്ക് ഉറപ്പാണ്. ഇത് കാരണം ഇത് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുള്ള ഡിസൈനേ അല്ല, ആ ഒരു ഇത്, അതായത് നമ്മൾ ചെയ്യണം, അതായത് കസ്റ്റമറിന് അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യാതെ അവർക്ക് ഇത് നോക്കണം. അതായത് അവർ മിക്കവാറും എന്താന്ന് പറഞ്ഞാൽ ഇത്രയും ഇതായിട്ട് ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ വണ്ടി വെച്ച് കൂൾഡ് എഞ്ചിൻ വെച്ച് വണ്ടി ഇറക്കുമ്പോൾ അവർ ചിന്തിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതായിരിക്കും അവർ കൂടുതലും മാർക്കറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഡിസൈനിങ്ങിലും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടാവുക. ഇനി ആ സമയത്ത് ഇതിന് വലിയ പ്രയോറിറ്റി അവർ കൊടുത്താൽ ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നമ്മൾ അതാ നോക്കുക. പുതിയ ഈ സെഗ്മെന്റിൽ ഇത്രയും പൈസ പറഞ്ഞിട്ടൊരു സാധനം ഇറക്കുമ്പോൾ
നമ്മളും അത് തന്നെയല്ലേ ചിന്തിക്കുക. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സാധനം എളുപ്പത്തിൽ ചെയ്ത് ഇതാക്കാം. നമ്മുടെ ഓൾറെഡി ഒരു എഞ്ചിനുണ്ട്, ഈ എഞ്ചിൻ ഇതിനകത്ത് ഇതൊരു മറ്റേ ADV ആക്കി മാറ്റണം. നമ്മളപ്പോൾ എന്താ ചെയ്യുക? നമ്മളപ്പോൾ അതിന് വേണ്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നോക്കുക. അതിൻ്റെ ഇടയിൽ ഇത് കസ്റ്റമർ ഒന്നും ചിന്തിക്കൂല. വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ അവർ വേറെ ഇങ്ങനെ ഒരു കാര്യം അല്ല, അവർ നല്ല കോമൺലി ഒരു നല്ല ബൈക്ക്, അതായത് നല്ല ഷാസി ഡൈനാമിക്സും പിന്നെ നല്ല സസ്പെൻഷനും അത്യാവശ്യം പവറൊക്കെ ഉള്ളൊരു വണ്ടി, അങ്ങനത്തെ ഒരു വണ്ടി അതായത് നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, കുറച്ച് ടഫാണ്. പണിയെടുക്കാൻ പറ്റാത്തൊന്നുമില്ല ഈ ലോകത്ത്. ഞാൻ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, സിമ്പിൾ അല്ല ആക്സസിങ്. അത് ഒരു റിലയബിൾ ബൈക്ക് അല്ല നമുക്ക് പറയാൻ പറ്റുമോ? അതായത് എല്ലാം നല്ലതാണ്, അതായത് വണ്ടി ഓവറോൾ നല്ലതാണ്, കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, സ്മൂത്തായിട്ട് ഓടും, എല്ലാം ഉണ്ട്. നമുക്കത് നമ്മളെ കൊണ്ട് അത് പണിയെടുക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് നല്ല അത് പണിയെടുക്കുന്നവർക്ക് കുറച്ച് മെനക്കെട്ടാലേ പണിയെടുക്കാൻ പറ്റത്തുള്ളൂ വണ്ടി. അത് തുറക്കണേലും അഴിക്കണേലും ഒക്കെ അതിലേക്ക് എത്തണം. മെയിൻ്റനൻസ് നമ്മുടെ റിലയബിലിറ്റിയുടെ ഒരു ഭാഗമാണല്ലോ. മെയിൻ്റനൻസ് നമുക്ക് കൃത്യമായി ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരു മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ഇപ്പോൾ പാർട്സ് മാറ്റാൻ അതിൽ നമുക്ക് കുറച്ച് മെനക്കേടുണ്ട്. ഇപ്പം നമ്മളതാണല്ലോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒരു വണ്ടി നമുക്കത് കോംപ്ലിക്കേറ്റഡ് ആയി മാറും. കമ്പനി അല്ലല്ല ആ ഒരു കാര്യത്തിൽ, അതായത് നമുക്ക് ഇതുവരെ ആ വണ്ടി എന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ വണ്ടി എന്ന് വെച്ചാൽ ആ വണ്ടി ഞാൻ ഒരിക്കലും ആ വണ്ടിയെ പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെപ്പോഴും ഇതാണ് പറയുന്നത്, ഞാൻ വണ്ടി ഒരു വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കതിനുള്ള ഒരു അവസരം കിട്ടണം. ഇപ്പം പാനൽ മാറ്റിയിട്ടാണല്ലോ എനിക്ക് തിരിക്കാനുള്ള അവസരം കിട്ടണം. അത് നിഷേധിക്കുമ്പോഴാണ് എൻ്റെ പ്രശ്നം. എന്ന് വെച്ച് ഹീറോ ഇതുവരെ നമ്മുടെ വണ്ടിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. നമ്മുടെ വണ്ടി ഇപ്പോഴും കൊടുത്താൽ ഓടും, ഒരു കുഴപ്പമില്ലാണ്ട് ഓടും. എനിക്ക് അതേ പറഞ്ഞാൽ നമ്മുടെ വണ്ടി നല്ല റിലയബിൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വണ്ടി നല്ലൊരു വണ്ടിയാണ്, നമുക്ക് ഇതുവരെ കുഴപ്പം തന്നിട്ടില്ല. റിലയബിൾ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ സർവീസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. ആ കാര്യം നോക്കുമ്പോൾ റിലയബിൾ ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഒരു കുഴപ്പം ഇതുവരെ പറ്റിയിട്ടില്ല. ഇതുവരെ ഒരു കുഴപ്പം പറ്റാത്ത സ്ഥിതിക്ക് നമ്മുടെ വണ്ടി നല്ല വണ്ടിയാണ്. റിലയബിൾ എന്ന് ഞാൻ പറയില്ല, നല്ലൊരു വണ്ടിയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഞാൻ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു, ഓയിൽ മാറ്റുക, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഇത് പിന്നെ വേണം. ഇപ്പോൾ പുതിയ വണ്ടികളാണെങ്കിൽ മറ്റേ റേഡിയേറ്റർ കൂളൻ്റ്, അതെല്ലാം എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. അതായത് എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ സർവീസിന് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞാനിത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന സ്ഥിതിക്ക് എനിക്കത് ചെയ്യാനുള്ള അവസരം കിട്ടണം. എനിക്ക് അല്ലാണ്ട് ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഇത് നോക്കുക, അല്ലെങ്കിൽ ഇപ്പം മറ്റേ ഈ സാധനം വെച്ചിട്ട് ECU വെച്ചിട്ട് ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ്, അതൊന്നും നമ്മൾ ഏറ്റവും അടിസ്ഥാനം നോക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ട് മനസ്സിലാവാൻ തുടങ്ങി നമുക്ക് അതിന് കമ്പനിയുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് വണ്ടിയുടെ ഒരു ഇതൊക്കെ ടെക്നോളജി ഒക്കെ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഏറ്റവും അടിസ്ഥാനം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർവീസ് ചെയ്യാൻ പറ്റണം വണ്ടിയിൽ. ആ വണ്ടി ചെയ്തില്ലെങ്കിൽ ഞാൻ വണ്ടി ഞാൻ പൈസ കൊടുത്ത് വാങ്ങേണ്ടല്ലേ അർത്ഥം. ഞാൻ എല്ലാ വണ്ടിയിലും പറയുന്നത് ഞാൻ അതാണ്. ഇപ്പൊ നമ്മളെ കാറ് ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റണം. അതായത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടണം. ബോൾട്ട് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം, ഇതിന്റെ സാധനം ഇതായിരിക്കണം. പിന്നെ കാറൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ സാധനങ്ങൾ ഉള്ളത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിന്റെ ഓയിൽ മറ്റേ ഡ്രെയിൻ പ്ലഗ് എനിക്ക് കാണണം, കിട്ടുന്ന എനിക്ക് തിരിക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം. അത്രേ ഉള്ളൂ. അതല്ലാത്ത പക്ഷം നമ്മൾ ഇത്രയും വണ്ടി വാങ്ങിയോണ്ട് അത് നമ്മുടെ വണ്ടി ആവുന്നില്ല ആ സമയത്ത്. ഒരു പക്ഷെ ആലോചിച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മളെല്ലാം സർവീസ് സെൻ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അതൊരു നല്ലൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നമ്മൾ സർവീസ് സെൻ്ററിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു വണ്ടി വാങ്ങുന്ന ഒരു 4 സർവീസൊക്കെ ചെയ്ത് എന്നാലും നമ്മൾ പതുക്കെ വണ്ടിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങണം. അത് ചെയ്യാൻ പഠിക്കുക. അത് ചെയ്യാൻ തുടങ്ങാൻ നമുക്കൊരു അവസരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആ വണ്ടി നമ്മുടെ അല്ല. ഇപ്പോൾ ഞാൻ പറയാം, എൻജിൻ അടിച്ച് പണിയുന്ന കാര്യമൊന്നും അല്ല പറയാം. ഏറ്റവും അടിസ്ഥാനമായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു വണ്ടി വാങ്ങുന്ന ഒരാൾ പഠിക്കേണ്ട കാര്യം, കാരണം ഇതൊന്നും നല്ലൊരു കഴിവാണ്. ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി ചെയ്ത് നമുക്ക് അടുത്ത വണ്ടി ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു കാര്യം, നമുക്ക് വേറെ പറഞ്ഞു കൊടുക്കാൻ സുഖം. ഇത് നമുക്കൊരു വഴി കിടക്കുന്ന ഒരു സമയത്ത് ആൾക്കാർക്ക് എന്തെങ്കിലും പോയി നമുക്ക് അത് ഇപ്പം മനസ്സിലാകും. ഈ അറിവ് നമ്മുടെ തലച്ചോറിലുണ്ട്. അതെനിക്ക് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ വണ്ടിയിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിഷയമാണ്. പക്ഷെ എന്താ, ഇത് ഞാനൊരു അറിവ് നേടുന്ന സ്ഥലമായിട്ടാണ് കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലായി ആ ടൂളും കൊണ്ട് ആ സാധനത്തിൽ പറ്റൂല. ഈ വണ്ടിയിൽ സ്പാർക്ക് പ്ലഗ് മാറ്റണമെങ്കിൽ ടാങ്ക് ഊരുന്നതിന് പുറമെ ഈ സാധനം ഊരണം. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ പറഞ്ഞ പോലെ ആ ടൂളുകൾ വാങ്ങി വേറൊരു ബെൻഡായിട്ടുള്ളൊരു ടൂള് ഇവൻ കണ്ടിട്ടുണ്ട്, അത് വാങ്ങി പറ്റുമോ നോക്കുക. അതല്ലെങ്കിൽ മറ്റേ ഈ റാച്ചറ്റിങ്
ഇത് റിംഗ് സ്പാനർ, ബോക്സ് റിംഗ് സ്പാനർ കിട്ടും. അത് നടുവിൽ നിന്ന് മുറിക്കുക. അതെനിക്ക് തോന്നുന്നു ഇതിന്റെ പല്ലിന്റെ എണ്ണം കൂടുതലാണ്, നമുക്ക് ചെറിയ സ്പേസിൽ പെട്ടെന്ന് തിരിക്കാൻ പറ്റും. അത് പറ്റിയില്ലെങ്കിൽ നടുവിൽ നിന്ന് മുറിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ട് തിരിക്കാം. അപ്പം അങ്ങനെയാണ് ഇപ്പം നമ്മൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ സ്പാർക്ക് പ്ലഗ് മാറ്റിയിരിക്കും. അതെ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു വട്ടം ഇത് അഴിച്ചുകൊണ്ട് ഇനിയിപ്പം അടുത്ത വട്ടം വലിയ വിഷയം ഉണ്ടാവില്ല. പിന്നെ അതുമല്ല, ഒരു സ്ക്രൂ അവിടെ കുടുങ്ങിയിരിക്കുന്നുണ്ട്. ആ സ്ക്രൂ എങ്ങനെ ഡ്രിൽ ചെയ്ത് പുറത്തെത്തിക്കണം ടാങ്കിനകത്തുള്ള. എന്നിട്ട് ഞാൻ ഇപ്പോൾ അടുത്ത് വിചാരിക്കുന്ന എല്ലാ സ്ക്രൂ അങ്ങ് മാറ്റിയാലോ, കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി TVS എങ്ങനെ സ്ക്രൂ വെച്ച്. കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ. പിന്നെ തിരിച്ചിട്ടപ്പോൾ തുരുമ്പുള്ള സ്ക്രൂവിലെല്ലാം WD-40 ഒക്കെ അടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അല്ല, എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയും. ഇവിടം വരെയൊക്കെ ആരെങ്കിലും കാണുമെന്ന് അറിയില്ല, എന്നാലും എനിക്ക് പറയണം. നമ്മളിപ്പോഴും ആ വണ്ടിയല്ല കുറ്റം പറഞ്ഞത്. ആ വണ്ടിയിൽ നിന്ന് നമുക്ക് വണ്ടി വാങ്ങിയ ഉപഭോക്താവ് എന്ന നിലയിൽ എനിക്ക് അതിൽ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം എനിക്ക് ഇതിനുള്ള അവസരം കിട്ടണം. അത് തന്നില്ലെങ്കിൽ ആ വണ്ടി ഒരു നല്ല വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പറഞ്ഞു വന്നത്. അല്ലാണ്ട് മറ്റുള്ളവർ ഇത് പറയുന്ന പോലെ എക്സ്പൾസ് ഒരു ചീത്ത വണ്ടിയാണെന്നേ അല്ല ഞാൻ പറഞ്ഞത്. എക്സ്പൾസ് എപ്പോഴും ഇതുവരെ ഞങ്ങൾ ഓടിച്ചില്ല നല്ലൊരു വണ്ടിയാണ്. പക്ഷേ ഒരു പേയിങ് കസ്റ്റമർ എന്ന നിലയ്ക്ക് എൻ്റെ അവകാശത്തെ നിഷേധിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള വകുപ്പ് കമ്പനി, അല്ലെങ്കിൽ ഇനി വണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് കമ്പനി അത് ചിന്തിക്കണം. എത്ര ഞാൻ പറയാനുള്ളൂ. ഇതാണ് നമ്മുടെ സ്പാർക്ക് പ്ലഗിൻ്റെ കഥ. നിനക്ക് എന്താ പറഞ്ഞു വന്നേ? ഞാനിതൊന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ജീവിതത്തിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. എന്തെങ്കിലും ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ടെക്നോളജി കൂടുതൽ കിട്ടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിലയബിലിറ്റിയിൽ, അതായത് നമുക്ക് അതിനുള്ള ഒരു കോംപ്ലിക്കേഷൻ, ടെക്നോളജി ഹൈ ആകുമ്പോൾ ചെറിയൊരു പാക്കേജ് വരുമ്പോൾ കോംപ്ലിക്കേഷൻ കൂടും. കാരണം കൂടുതൽ പാർട്സ് ചെറിയ ഇതിൽ കുത്തി നിറയ്ക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ മെരുക്കിക്കൊണ്ട് പോകാന്നുള്ളതേ പറ്റത്തുള്ളൂ. രണ്ടും കൂടെ എന്തായാലും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഹിമാലയൻ അത്ര ബെയർബോൺ ആയിരിക്കുന്ന വണ്ടിയായിരിക്കുന്നത്. ഹിമാലയൻ എഞ്ചിനിലേക്കുള്ള ആക്സസ് നമുക്ക് ഒന്നും ഊരേണ്ട പോലെ ആവശ്യമില്ല. എല്ലാം നമുക്ക് കൈയുടെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയിൽ ഇത്ര ഫെയറിങ് വരാൻ കാരണം എന്താ, ഇത് ലിക്വിഡ് കൂൾഡ് ആയതുകൊണ്ട് റേഡിയേറ്ററിലേക്ക് കാറ്റ് തള്ളിവിടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഫെയറിങ് വെച്ചിരിക്കുന്നത്. അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അതല്ല പ്രശ്നം. നേരത്തെ പറഞ്ഞാണ് വിഷയം. നീ എന്ത് പറഞ്ഞു? അല്ല, അപ്പം ഞാൻ പറയുന്നതാ, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നം നേരിട്ടത്. പക്ഷെ ഈ ഒരു കാര്യം സത്യമാണ്. വണ്ടി കാലങ്ങൾ കൂടുന്തോറും ടെക്നോളജി കൂടി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിന് നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനി. അത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അല്ല, ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അല്ല വേറെ ഒരു പരിധി വരെ ഇവർ അറിയുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിളിന്റെ കേസാണ്. ഇവർക്ക് സംബന്ധിച്ചിടത്തോളം, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഇത് കസ്റ്റമർ തൊടാണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും പൈസ അവർക്ക് അവിടെ കിട്ടും. അതൊരു സത്യമായുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ജെറിൻ എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ പുതിയ വണ്ടിയിൽ ഹണ്ടർ മിസ്സിങ് ആണ്. വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, ത്രോട്ടിൽ കൊടുത്തിട്ട് ഇതാവണം. അപ്പോൾ അവർ നേരെ എവിടെ ഷോറൂമിൽ കൊടുത്തപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ത്രോട്ടിൽ ബോഡി കംപ്ലൈൻ്റ് ആണ്. വണ്ടി അതായത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തെരപ്പിച്ച് നോക്കിയിട്ട്. അതായത് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്, അതായത് അത് പരിശോധിച്ച് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാനുള്ള ഇതുപോലും ഇല്ല. കാരണം അതാണ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ എല്ലാം റീപ്ലേസിങ് ആണ്, റിപ്പയറിങ് ഇല്ല. നമ്മളെല്ലാം മാറി. കമ്പനി എന്ന് വെച്ചാൽ അവർ കണ്ടമാന സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവർ തമ്മിൽ അത് നന്നാക്കിയ സമയങ്ങളെ നേരം കൊണ്ട് ഇത് റീപ്ലേസ് ചെയ്യാണ്. അത് കാരണം ഒരു സിസ്റ്റം മുഴുവൻ അങ്ങ് റീപ്ലേസ് ചെയ്യാണ്. സംഭവം വാറണ്ടിയിൽ ക്ലെയിം ചെയ്ത് കിട്ടും. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ ഇത് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ പണ്ടത്തെ ഈ സ്കിൽഡ് വർക്കേഴ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ റീപ്ലേസിങ് നടക്കുന്ന സമയത്ത് ഇതേ ഒരു സാധനത്തിൽ സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് വർഷങ്ങൾ പണിത് ശീലമുള്ള ആൾക്കാരില്ല ഇപ്പോൾ. അതെ, പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ വണ്ടിക്ക് ഓരോ സാധനത്തിന് ആൾക്കാർക്കുണ്ട്. ഇന്ന സ്ഥലത്ത് ആളെ കിട്ടണമെങ്കിൽ നമുക്ക് അന്ന ആളെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു വണ്ടിയുടെ അല്ലേ ത്രോട്ടിൽ ബോഡി അല്ലേ എന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ പിസ്റ്റൻ്റെ വിഷയം, അതിന് അതിൻ്റെതായ ആൾക്കാരുണ്ട്. അതെ, ഇതെന്തേലും പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്ന പോലും. ഇങ്ങനത്തെ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ വണ്ടികൾ പണിയാൻ അറിയുന്നവരാരും ഇല്ല. മര്യാദ കുറച്ച് പേരേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ തന്നെ കുറച്ച് പേരേ ഉള്ളൂ മര്യാദയ്ക്ക് പണിത് തരുന്നത്. ഇപ്പം ഞാൻ ആലോചിക്കുക, എക്സ്പൾസിന് ഈ ടിക്കിംഗ് നോയ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്.
സിമ്പിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷിമ്മിനകത്ത് വന്ന ഗ്യാപ്പ് കാരണം വരുന്ന ഒച്ചയാണ്. അതായത് നമ്മുടെ ടാപ്പറ്റിൻ്റെ ഒച്ച എന്ന് പറയുന്നത് എയർ കൂൾഡ് വണ്ടികളിൽ ടാപ്പറ്റിൽ ഗ്യാപ്പ് വരുമ്പോൾ വരുന്ന, അതായത് വാൽവിന്റെ ക്ലിയറൻസിൽ വരുന്ന ഗ്യാപ്പ് വരുന്നത് ഇതേ സെയിം സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഷിമ്മ് മാറ്റിയാൽ മതി, അത് ക്ലിയർ ആവും ആ സംഭവത്തോടെ. അത് ചെയ്യാൻ അറിയാവുന്നവരില്ല, ഭയങ്കര കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പിന്നെയും പറയും. ഇപ്പൊ എന്താണെന്നറിയാമോ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സ്കിൽഡ് വർക്കേഴ്സ് ഇല്ലാന്ന്. ഇന്നത്തെ ഈ കാലത്ത് നല്ലൊരു ഓപ്പൺ മാർക്കറ്റാണ്. ആർക്കെയിൽ ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പല ടൈപ്പ് എഞ്ചിനിൽ അഴിച്ചു മറിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഓട്ടോമൊബൈലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിലോ കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാം ഇങ്ങനത്തെ സോഫ്റ്റ് ജോബുകളെല്ലാം പോകും. അതായത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ, കമ്പ്യൂട്ടറിന് എടുക്കാൻ പറ്റുന്നതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ സ്കിൽഡ് വർക്കേഴ്സ് ആണ് ഇനി വേണ്ടത്. ഭാഗ്യം അതിന് ഇനി മാർക്കറ്റ് കൂടുതലാണ്. ഞാൻ ഇന്നിപ്പോ നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടു. ഒരു ടീം എന്തോ ഒരു കസ്റ്റംസ് പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ട്, നിങ്ങൾ എക്സ്പൾസ് ഓണേഴ്സ് ആണ്, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുടെ അടുത്ത് വന്നു, ഞങ്ങൾ എല്ലാ പണിയും എടുക്കുന്നുണ്ട് എക്സ്പൾസിന്റെ, ഞങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നുണ്ട്, വണ്ടി എല്ലാ പണിയും A to Z നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ ധൈര്യമായിട്ട് വന്നു. അല്ല അങ്ങനത്തെ അതായത് എക്സ്പൾസ് ഇപ്പൊ ആൾക്കാർ എടുക്കാൻ മടിക്കുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ നോയ്സും പിന്നെ വണ്ടി നിന്ന് പോകുന്നൊക്കെ ഉള്ളത്. അപ്പൊ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പണിയാൻ തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വണ്ടി ആരും തൊടൂല. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തൊടാത്തതിന് കാരണം ഇതാണ്, അവർക്ക് അറിയില്ല എന്താ ഈ തൊടുന്ന സാധനം എന്താണെന്ന് അറിയില്ല. അതായത് ഒന്നില്ലെങ്കിൽ എക്സ്പൾസിന്, അതായത് ഹീറോക്കാര് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് റോയൽ എൻഫീൽഡുകാർ ചെയ്യുന്ന പോലെ വർക്ക്ഷോപ്പുകൾ വെക്കുക. അതായത് സാധാരണ മെക്കാനിക്കൽ, അതായത് റോയൽ എൻഫീൽഡ് അല്ല ഹീറോക്കാരെന്ന് മാത്രമല്ല ഈ കമ്പനികളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കും, ഓതറൈസ് ചെയ്ത്. അവർക്ക് അതായത് ഇപ്പൊ 2-3 ദിവസം, കാരണം ഇവർക്ക് പണിയെടുത്ത് ശീലമുള്ള ആൾക്കാർക്ക് ഇത് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അവർക്ക് എന്താ ഇത്, അതായത് മറ്റേതിനകത്ത് ഈ എഞ്ചിന് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കിട്ടിയാൽ മതി. എന്നിട്ട് ഇതാണ് ഇവർ ഈ സത്യം പറയാണ്ടല്ലോ, ഇവർ എന്തൊക്കെ ചെയ്യണത്, ഇവർ മറ്റേ മെക്കാനിക്കൽ ബുക്കുകളൊക്കെ എല്ലാം ഇങ്ങനത്തെ ഇവർക്കൊക്കെ കൊടുക്കണം, ഇങ്ങനത്തെ പണിയെടുക്കുന്നവർക്കൊക്കെ കൊടുക്കണം. ഈ മെക്കാനിക് സാൻഡ് ബുക്ക്, സർവീസ് ബുക്ക് ഉണ്ട്, അതിനകത്താണ് ഇതിന്റെ എഞ്ചിന്റെ ഇതിന്റെ സാധനം ഉണ്ടാകുന്നത്. അതെങ്ങനെ അത് ഇവർക്ക് മാത്രം ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം സർവീസ് സെന്ററുകൾ കുറവാ. അതിന്റെ ഇടയിൽ ഈ പണിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് നന്നാക്കാൻ ആൾക്കാർ വേണം. ഈ വണ്ടി 2-3 മാസമൊക്കെ വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുന്നതിന്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ഇതാണ്. ഇത്രയും വണ്ടികൾ പണിയണം, കുറച്ച് സർവീസ് സെന്ററേ ഉള്ളൂ, അറിയുന്ന ആൾക്കാർ കുറവാണ്. ഒരാൾ എത്ര നേരം വെച്ചാൽ ഇത് പണിതോണ്ടിരിക്കുക. അതായത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവര് ആ ഒരു രീതിയിൽ മാർക്ക് എല്ലാരും ഓതറൈസ് ചെയ്ത് നല്ല പഠിപ്പിച്ചു വിട്ട് കഴിഞ്ഞാണല്ലോ പിന്നെ ആൾക്കാർ വണ്ടി എടുക്കും ധൈര്യത്തോടെ. ഓടുന്നുണ്ടോടാ? ഓടുന്നുണ്ട് ഇല്ലേ? അല്ല, ധൈര്യത്തോടെ അവർ വണ്ടി എടുക്കും. കാരണം ഒന്നാമത്തെ പ്രശ്നം ഇതാ, ഇപ്പൊ നമ്മുടെ തന്നെ കാര്യം പൊന്നനാ മറ്റേ ഞാൻ കുറച്ചും കൂടെ ധൈര്യമായിട്ട് തിരിച്ചു നമുക്ക് നോക്കാൻ വരുന്നത് പൊന്നൻ പറഞ്ഞൊരു കാര്യം ഇതാ. അതായത് എങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കോഴിക്കോടേക്ക് കൊണ്ടുപോകേണ്ടി, നമ്മൾ ഒന്ന് കോഴിക്കോട് കൊണ്ടുപോകണം. അതാണ് വിഷയം. അതുകൊണ്ടാണ് നമുക്കിതിൽ തൊടാൻ പേടി. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അവകാശത്തെ നിഷേധിക്കുകയാണ്. ഞാൻ പൈസ കൊടുത്ത്, ഞാൻ ഈ കൊടുത്ത് പലിശ കൊടുത്ത് പൈസ അടച്ച് വാങ്ങിയ സാധനത്തിൽ എനിക്കൊന്നും തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? എനിക്ക് കീ കൊടുക്കുമ്പോൾ ഓടിക്കുകയല്ലേ ഉണ്ട്, അതിന് എൻ്റെ സ്വന്തം വണ്ടിയാണ്. അപ്പം അത് അഴിച്ച് പണിയാന്നുള്ള റൈറ്റ് ടു റിപ്പയർ അത് എൻ്റെ അവകാശമാണ്. അത് നന്നാക്കാനുള്ള അത് എനിക്കുള്ള അവകാശം. അതിൽ കൈയടത്തുന്നത് ശരിയാണോ? അല്ല, കൈയടത്തുന്നതല്ല, അതിന് അവസരം ഉണ്ടാക്കി തരാത്തത് ശരിയല്ല. അപ്പോൾ ഇതാണ് കമ്പനികൾ കുറച്ചും കൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓപ്പൺ മൈൻഡ് ആവുക. കുറച്ചുകൂടെ ഇത്രേ ഉള്ളൂ. അവരുടെ വർഷം എന്താ പറയാ, സർവീസ് സെന്ററുകളിൽ ആൾക്കാർ വരും. കാരണം എന്താ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല. ചിലവരുടെ മൈൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കമ്പനിയിൽ നിന്ന് തന്നെ സർവീസ് ചെയ്യത്തുള്ളൂ, അതിലാണ് അവർ സാറ്റിസ്ഫൈ ചെയ്യുക. അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട്. അല്ലാത്തതെന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ ഇവരുടെ ഈ ഓരോ കമ്പനിയുടെ വണ്ടി, ഏതെങ്കിലും ഒരു വണ്ടി കഷ്ടകാലത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നാക്കണം. അതിപ്പോ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു ലോങ് പോവുക, ഈ ലോങ് പോകുന്ന ഒരുത്തനോട് പറയാൻ പറ്റും, അവൻ വണ്ടി വാങ്ങിയിട്ട് അവനോട് യാത്ര ചെയ്യണ്ടെന്ന് പറയാൻ പറ്റും, ഈ വണ്ടിക്ക് കംപ്ലൈന്റ് ആണെന്ന് പറയട്ടെ. അപ്പൊ അവന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ആ കടമ ഇത് ഉണ്ടാക്കി വിട്ട കമ്പനിക്കുണ്ട്. ഞാൻ വണ്ടി എടുത്ത് പോയിട്ട് ഞാൻ കാട്ടിക്കിടന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ വണ്ടി പിക്ക് ചെയ്തുകൊണ്ട് വന്ന് അത് ശരിയാക്കി, എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി അവനെ തിരിച്ച് അവന്റെ യാത്ര തുടരാനുള്ള അതിന്റെ ഇത് പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനിക്കുണ്ട്. ഈ വണ്ടി ഓടി, കാരണം നമ്മൾ ആ വണ്ടി വിശ്വസിച്ചിട്ടാണ് ഈ യാത്രക്ക് ഇറങ്ങിയത്, എന്നിട്ട് എന്നെ പകുതി വഴിക്ക് നിർത്തിയെന്ന് പറഞ്ഞാൽ കാര്യമുണ്ടല്ല. അതാണ് നമ്മൾ മാറ്റം വരുത്തണം പറഞ്ഞത്. ആ മാറ്റം പറയാൻ ഒന്നാമത്തെ കാര്യം ഈ 2 ചേരിയായിട്ട് സാധനത്തെ വിൽക്കുന്ന ഒഴിവാക്കണം. പ്രീമിയം, നിങ്ങളുടെ പ്രീമിയം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം എങ്ങനെ നോക്കിയാലും പൈസ ഉണ്ടാക്കും.
എന്നാൽ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വിൽക്ക്. എല്ലാം മറ്റേ ഇക്വാലിറ്റി കുക്കാലിറ്റി എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഈ ഇതിൽ മാത്രം എന്തിനാ വേർതിരിവ് കാണിക്കുന്നത്? എല്ലാവരും ഒരുമിച്ചിരുന്ന് വിൽക്ക്. ഞാൻ പറയുമ്പോൾ ഇത് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട കാര്യം റോയൽ എൻഫീൽഡുകാർ ചെയ്യുന്ന പോലത്തെ വർക്ക്ഷോപ്പ് ഇവർ കൊടുക്കുന്നുണ്ടോ എന്ന് ഇത് ട്രെയിനിങ് കൊടുത്തിട്ട്, അതായത് നിങ്ങൾക്ക് ഇത്ര ഇതുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിളിക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. ഓരോരോ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഓരോരോ സമയത്ത് വിളിച്ചാൽ ഇതിന് ഫ്രീ ആയിട്ട് വർക്ക്ഷോപ്പ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഇത്ര നാളത്തേക്ക് സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ ആൾക്കാർ വരും. ഇനിയിപ്പോ ഫ്രീ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്ത് വിളിക്കുക, നിങ്ങളുടെ വണ്ടി നന്നാക്കി കിട്ടും. അതാണ് അവിടെയാണ് ഇപ്പൊ വ്യത്യാസം വരുന്നത്. അപ്പൊ ആൾക്കാർക്ക് ജനങ്ങൾക്ക് നിങ്ങളോട് കുറച്ചും കൂടെ ഇതുണ്ടാവും. റോയൽ എൻഫീൽഡ് ഈ എക്സ്പൾസ് ഈ വണ്ടി വഴിയിൽ വെച്ച് നിൽക്കുന്ന വീഡിയോസ് ഒക്കെ വാങ്ങാൻ നിന്ന എത്ര കസ്റ്റമേഴ്സ് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതെ, ചിലപ്പോ അവർക്കൊക്കെ അവരുടെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. കമ്പനിയുടെ ഒരു ശ്രദ്ധക്കുറവും ഉത്തരവാദിത്തക്കുറവും കൊണ്ട് പറ്റിയൊരു പിഴവ് കൊണ്ട് അവർ ആ വണ്ടി ഒഴിവാക്കുകയാണ്. അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മാറുന്നത്. നമ്മൾ ഭാവിയെ പറ്റി നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ വന്നാലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അത് എളുപ്പമാവണം. എല്ലാവരും ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ പിടിച്ച് പിന്നെ നമ്മുടെ സമയം കളയാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉപയോഗമില്ല. അതായത് ടെക്നോളജി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ടെക്നോളജി കൂടുമ്പോൾ കോംപ്ലക്സിറ്റി കൂടും, സത്യമാണ്. പക്ഷെ എത്രത്തോളം നമുക്കത് കുറച്ച് കോംപ്ലക്സ് ആക്കാൻ പറ്റുമെന്ന് നോക്കേണ്ടതാണ് നമ്മുടെ ശ്രമം. അതല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള ജ്ഞാനം എല്ലാവർക്കും പകർന്നു കൊടുക്കുക, അത് ഇതാക്കുക. ഇത് നിധി കാക്കുന്ന പോലെ കാത്തു സൂക്ഷിച്ചിട്ട് സത്യം പറഞ്ഞാൽ കിട്ടുന്ന പൈസയും കൂടി ഇല്ലാണ്ടാവുള്ളൂ. നമ്മൾ വാങ്ങാൻ പിന്നീട് ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചുള്ള ഇത് അവർ ആദ്യം സർവീസ് സെന്ററിലേക്ക് പോയി. ടൂട്ടനൊരു നല്ല ബൈക്കാ, അത് നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചവർക്ക് അത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഈ ഭയവും ഈ ടെൻഷനും കാരണം ആൾക്കാർക്ക് അത് എടുക്കാനുള്ളൊരു ധൈര്യം പോലും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഇതാണ്ട് മറ്റേ RTX ഇറങ്ങിയിട്ട് RTXനെ കുറിച്ച് ഇപ്പൊ കംപ്ലൈന്റുകൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അവർ ഇതേപോലെ പരിഹരിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അതെ, അത് വണ്ടി ഇടയ്ക്ക് നിന്ന് പോകുന്നു, സർവീസ് എടുത്ത വണ്ടി നിന്ന് പോകുന്നു, കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. പക്ഷേ സർവീസ് സെന്ററിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. നിസ്സാര കാര്യമുള്ളൂ. സർവീസ് സെന്ററുകളുടെ എണ്ണം കൂട്ടുക, ഈ രണ്ട് ഇതായിട്ട് വിൽക്കുന്ന പരിപാടി നിർത്തുക, നിങ്ങളുടെ സ്വന്തം സർവീസ് സെന്ററിലുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക, കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ഇന്ന വണ്ടിയിൽ ഇന്ന രീതിയിലാണ് വണ്ടി. ഇനി എന്നിട്ട് അപ്പോഴാണ് മനസ്സിലായി. ഇപ്പോൾ 1000 സർവീസ് സെന്റർ ഉള്ളെങ്കിൽ പുറത്ത് ഇഷ്ടം പോലെ വർക്ക്ഷോപ്പ് ഉണ്ട്. അതിൽ പൈസ കൊടുത്ത് വേണേൽ അങ്ങോട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തി അവർക്കൊരു 2, 3, 4 ദിവസത്തെ ട്രെയിനിങ് കൊടുത്ത് ഈ എഞ്ചിൻ അഴിച്ച് പണിയിപ്പിച്ച് ഈ വണ്ടിയിൽ മുഴുവൻ ഇത് കൊടുത്ത് അവരെ ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ അവരെ അങ്ങോട്ടേക്ക് പോകും. കാരണം അറിവുള്ള ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്. അപ്പൊ ഇത് നന്നാക്കാനുള്ള ഇത് കൂടുക. അപ്പൊ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ചെയ്യാത്ത വശം ഇപ്പൊ നമ്മളൊരു സ്പാർക്ക് പ്ലഗിന്റെ ഒരു കാര്യത്തിൽ പറഞ്ഞു തുടങ്ങിയതാണ്. ഇതുപോലെ നമുക്കിത് പ്രശ്നമേ അല്ല, ഇതൊരു പ്രശ്നമല്ല. പക്ഷേ ഈ പ്രശ്നം വരുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ കാര്യമാണ്. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ പറഞ്ഞ മാറ്റങ്ങളൊക്കെ ഈ കമ്പനികൾക്ക് വരുത്താൻ പറ്റുന്ന കാര്യം, പറ്റായിക്കൊന്നുമില്ല. ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. കാരണം നമ്മൾ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ പുതിയ കസ്റ്റമേഴ്സ് വരണമെങ്കിലും ഇങ്ങനെ അപ്പോൾ എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങളുടെ തന്നെ കൂടുകയാണ്. ഓതറൈസ്ഡ് അതായത് ഹീറോ ഓതറൈസ്ഡ് ആൾക്കാരായിരിക്കും പണിയുന്നതിനകത്ത്. നിറച്ചൊരു നല്ലൊരു പടയാളി കൂട്ടം തന്നെ ഉണ്ടാക്കി വെക്കുക. അപ്പൊ എന്താ പറ്റിക്കഴിഞ്ഞാൽ ഊരാനും പെറുക്കാനും ആൾക്കാർ റെഡിയാ, പാർട്സ് അപ്പം റെഡിയാക്കി വെക്കുക. പാർട്സിന്റെ സ്പെയറിന്റെ അവൈലബിലിറ്റി നല്ലോണം കൊണ്ടുവരണം. കാരണം അതൊരു വലിയ പ്രശ്നം. വണ്ടി ഇപ്പൊ ഇറങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞു, ടൂട്ടൺ റിലീസ് ചെയ്തിട്ട്. ഇപ്പോഴും സ്പെയറിന് അവൈലബിലിറ്റി ഇല്ല മര്യാദക്ക്. കമ്പനികളിൽ പോയാലും മര്യാദക്ക് അവൈലബിൾ അല്ല. നമ്മൾ എയർ ഫിൽറ്റർ തന്നെ ഓർഡർ ചെയ്തത് പാർട്ട് നമ്പർ ക്രോസ് റെഫറൻസ് ചെയ്ത്, അതെ, മാവറിക്കിന്റെ ആണ് ഓർഡർ ചെയ്തത്. പാർട്ട് നമ്പർ ഇതാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോ വണ്ടിക്ക് ഓരോ പാർട്ട് നമ്പറാണ്. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഉള്ളത് അവർ ഉണ്ടാക്കുന്ന കമ്പനി അടിച്ചു വെച്ചിരിക്കുന്ന എല്ലാം ഒരേ നമ്പറാണ്. അതിനകത്തുള്ള ഒരേ നമ്പറാണ്. മറ്റേതിൽ 0 അവസാനം ഈ എക്സ്പൾസിൽ 000 ആണെന്ന് തോന്നുന്നുള്ളത്. ഇതിനകത്ത് 00S എങ്ങാണ്ടാണുള്ളത് ഈ നമ്മൾ വാങ്ങിയതിനകത്ത്. സംഭവം രണ്ടും ഒരേ സാധനം, ഒരു വ്യത്യാസമില്ല. ഈ വളഞ്ഞ വഴി മൂക്ക് പിടിക്കേണ്ടെന്ന് ഇത് ആൾക്കാർക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ
നമ്മൾ കമ്പനിയോടുള്ള വിശ്വാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ നിൽക്കും, അതാണ് കാര്യം. അതെ, നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ച് പൈസ ഉണ്ടാക്കി കൂടിപ്പോയി, നിങ്ങൾ എന്ത് ചെയ്യില്ല ലേബറിൻ്റെ പൈസയാണ് നേടുന്നത്. ഇത് നമ്മൾ കസ്റ്റമറിനെ ലോങ് ടേം അവിടെ പിടിച്ചെടുത്തി കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള അത്രയും പൈസ കിട്ടും. അവർക്ക് അവരുടെ ആവശ്യത്തിന് ഒരു എയർ ഫിൽറ്റർ കൊടുത്തതിന് എന്താ വിഷയം? ഇതിപ്പോൾ എന്തോ വലിയതാണ്, നേരത്തെ നിധിയാക്കുന്നത് പോലെയാണ്. റോയൽ എൻഫീൽഡുകാർ ഒരു സമയത്ത് ഈ പരിപാടി ഉണ്ടായിരുന്നു, അവരിപ്പോൾ അത് മാറി. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച KTM ഞാൻ വിളിച്ചപ്പോൾ ഒരു സാധനം, ഒരു സ്പെയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടി സ്പെയർ വിളിച്ചു ചോദിച്ചപ്പോൾ വയനാട്ടിലുള്ള KTM അവർ പറഞ്ഞത് അവർ സ്പെയർ വിൽക്കത്തില്ല, അവിടുത്തെ വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത് അവിടുത്തെ വണ്ടികൾക്ക് വേണ്ടി മാത്രം. നമ്മുടെ ഇവിടുത്തെ കേസിൽ അധികം വണ്ടികൾ ഇല്ലാത്തതുകൊണ്ട് അവർ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേ സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കോഴിക്കോടുള്ള കോയൻകോയിൽ ആദ്യത്തെ സർവീസിന് പോയപ്പോൾ ഞാൻ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളും ചോദിച്ചപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായത്. പക്ഷെ ആലപ്പുഴ ഞങ്ങൾ പോയിട്ട് ആലപ്പുഴ ദിയയിൽ പോയപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല, അവിടെ ഇഷ്ടമാതിരി ഉണ്ട്, ഒരു കുഴപ്പമില്ല. അതെ, എനിക്ക് അപ്പോൾ തോന്നുന്നു ഈ ആ കാര്യം എന്താന്ന് പറയാൻ മിക്കവാറും ഇവരുടെ പ്രശ്നമായിരിക്കും, സർവീസ് സെന്ററുകളുടെ. അതായത് ഈ സർവീസ് സെന്റർ എടുത്തു നടത്തുന്ന ആൾക്കാരില്ലേ, അവരുടെ വിഷയമായിരിക്കും. ഞങ്ങൾ വയനാട്ടിലെ മുട്ടിലുള്ള KTM വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ കോഴിക്കോടുള്ളടുത്ത് വിളിക്കാനാണ് പറഞ്ഞത്, സാധനം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അത്രേ ഉള്ളൂ. നമുക്ക് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടില്ല, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ആൾക്കാർ വേറെ സ്ഥലം തേടി പോകും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും ഞങ്ങൾ സ്പാർക്ക് പ്ലഗ് മാറ്റും, ടൂൾസ് വാങ്ങിയിട്ട് എന്തായാലും മാറ്റുന്നതായിരിക്കും. അത് വണ്ടിയിൽ പണിയാത്തവരെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. കാരണം അത് ഒരിക്കലും നിങ്ങളുടെ റൈഡിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബൈക്കുമായിട്ടുള്ള എക്സ്പീരിയൻസിനെ തകർക്കാൻ നിൽക്കുന്ന ഒരു ഫാക്ടറി അല്ല വണ്ടിയിൽ പണിയാന്നുള്ളത്. നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല, അതൊരു ബാധകമായിരിക്കില്ല. നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതും കൊണ്ടും നമ്മൾ തുറന്നപ്പോൾ നമുക്കുണ്ടായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതും കൊണ്ടും കൂടിയാണ് അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞത് ഈ സംഭവം. കാരണം ഹിമാലയനിൽ 5 മിനിറ്റ് കൊണ്ട് മാറ്റാവുന്ന സാധനം ഞങ്ങൾ 4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് അഴിക്കാൻ പോലും പറ്റിയില്ല. ചിലപ്പോൾ ഇനി അടുത്ത വട്ടം തുറക്കുമ്പോൾ എളുപ്പമായിരിക്കും, കാരണം ആദ്യത്തെ വട്ടം തുറക്കുന്നതിന്റെ ബുദ്ധിമുട്ടും കൂടി അതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ സ്പാർക്ക് പ്ലഗ് ഊരല് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അപ്പോഴും. കാരണം അത് നമ്മൾ എന്തായാലും കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നേക്കും അടുത്ത വട്ടം ഊരുമ്പോൾ. അത്തവണ പറ്റിയില്ല, അത്തവണ ഒന്ന് ഊരി നോക്കിയിട്ട് തെറിയും വിളിയായിരുന്നു മൊത്തത്തിൽ മടുത്തിട്ട്. മറ്റേ ഇതേപോലെ എന്തോ നമ്മൾ ഭയങ്കര ഇതായിപ്പോയി. അത് ഏതായിരുന്നു നമ്മള് ഏതൊരു സംഭവം, നമ്മുടെ ആക്റ്റീവയിൽ നമ്മള് പുതിയ ടയർ മാറ്റിയിട്ട് കയറ്റാൻ വേണ്ടി, അതാണോ അന്ന് രാത്രി? അതേപോലെ തന്നെ നമുക്ക് ദേഷ്യം കയറിയ സാധനം മറ്റേ അതിന്റെ ഇത് മറ്റേ സാധനം ക്ലച്ചിന്റെ അത് മാറ്റിയത്. ഹാങ്ങർ ബെഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ അറിയോ പിന്നെ ഭയങ്കര നിർത്തിച്ചു പോയത് അതിന്റെ മറ്റല്ല കോംബി ബ്രേക്ക് ഊരിയിട്ട്. ഓ അയ്യോ അതാണ് എന്റെ അമ്മ, അത് ടയറും കൂടെ എന്റെ അമ്മോ എനിക്ക് ഓർക്കാൻ വയ്യ. ദേഷ്യം അടിച്ചെങ്ങനെയോ കയറ്റി എന്നിട്ട് അവസാനം എന്റെ അമ്മോ ദേഷ്യം, എനിക്ക് ചവിട്ടി എല്ലാം കൂടെ പുറത്തെടുത്ത് വളയിലോട്ട് കളയാൻ തോന്നിയത്. അതേപോലത്തെ ഒരു ഇതാണ്. പക്ഷെ എന്താണേലും കാര്യങ്ങള് നമ്മള് അത് സാധനം എന്തായാലും നമ്മള് മാറ്റും, അതെന്തായാലും മാറ്റുന്നതായിരിക്കും. ഇറിഡിയം വെച്ച് മാറ്റുന്നതിന് കുറച്ച് പാർട്സ് ഒന്നും കൂടെ 1-2 ടൂൾസും കൂടെ വാങ്ങണം അത് ഇതാക്കാൻ, വൈകാണ്ട് അത് ചെയ്യണം. അതെ. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ഇതേപോലെ എന്തെങ്കിലും ചിന്താവിഷയങ്ങളായിട്ട് ഏതെങ്കിലും കമ്പനിയൊക്കെ ചീത്ത വിളിക്കാൻ നമുക്ക് വരാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.